പ്രൈസ് ദി ലോർഡ്. കടന്നു വന്ന എല്ലാ സഹോദരന്മാരോടും എല്ലാ ദൈവമക്കളോടും മിറക്കുലസ് സൺസ് ഓഫ് മിനിസ്ട്രിയുടെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനം അറിയിക്കുന്നു. അല്പസമയം ബ്രദർ വിൽസൺ ഈസ് ഓൺ ദ ലൈൻ. അദ്ദേഹത്തോട് ചേർന്ന് നമുക്ക് ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. വിൽസൺ, വുഡ് യു പ്ലീസ്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാ കർത്തൃദാസന്മാർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ പുറം കൂടിയിട്ട് നാം ഒരു ദിവസം പറന്നു പോകും. ഈ മർത്യമായത് അമർത്യത ധരിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ പ്രത്യാശയാണല്ലോ നമ്മളെ ഈ പ്ലാറ്റ്ഫോമിൽ എന്നും കൂടി വരുത്തുവാൻ കാരണമായി തീർന്നത്. അതേ ഓർപ്പിക്കുന്ന പഴയൊരു പാട്ട്, ഞാൻ സാധാരണ പഴയ പാട്ടുകളാണ് എപ്പോഴും പാടുന്നത്, അതാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് എത്രമാത്രം അത് ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ പഴയ പാട്ടുകൾ വളരെ അനുഭവത്തിൽ നിന്ന് എഴുതിയ പാട്ടുകളായിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ ഇടുമ്പോൾ നമുക്കും ആത്മീയ ചൈതന്യം ലഭിക്കും, പ്രത്യാശ വർദ്ധിക്കും. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒടുവിൽ ഞാൻ നാട്ടിലെ വീടിന്റെ മുമ്പിലെത്തും. പാടിയിടും ജയഗീതമേ ഞാൻ പാടുകളേറ്റവേ. കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിലെ വീടിന്റെ മുമ്പിലെത്തും. പാടിയിടും ജയഗീതമേ ഞാൻ പാടുകളേറ്റവേ. ഈ ലോകത്തിലെല്ലാവരും നമ്മളെ പറ്റി എല്ലാവരും വിട്ടുപോകും. എന്നാൽ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. തന്റെ പക്ഷത്ത് നമ്മളെ ചേർത്ത് നമ്മളെ കാവൽ ചെയ്ത് കർത്താവാണ്. ഹല്ലേലൂയ. ഉറ്റവർ സ്നേഹിതർ പറ്റം തിരിഞ്ഞു നിന്ന് മുറ്റും വീടക്കം നെണ്ണി തള്ളിടുമ്പോൾ. ഉറ്റവർ സ്നേഹിതർ പറ്റം തിരിഞ്ഞു നിന്ന് മുറ്റും വീടക്കം നെണ്ണി തള്ളിടുമ്പോൾ. പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഒടുവിൽ പക്ഷത്തു ചേർത്തിടുമേ. പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഒടുവിൽ പക്ഷത്തു ചേർത്തിടുമേ. കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിലെ വീടിന്റെ മുമ്പിലെത്തും. പാടിയിടും ജയഗീതമേ ഞാൻ പാടുകളേറ്റവേ. നമ്മുടെ ഓട്ടോ ബിരുദവും അതേ സ്വർഗീയ നാടിനൊക്കെ ആയിരിക്കട്ടെ. ഈ ലോകത്തിൽ നമുക്ക് വേണ്ടെന്നല്ല, ആവശ്യമുള്ളതെല്ലാം കർത്താവ് നൽകി തരും. നമ്മുടെ മനസ്സ് അതിലായി പോകരുത്. ഹല്ലേലൂയ. ലോകമെനിക്കു വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട, പോകണമേശുവിൻ പാത നോക്കി. ലോകമെനിക്കു വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട, പോകണമേശുവിൻ പാത നോക്കി. ഏകുന്നു സമസ്തവും ഞാൻ എന്റെ ഏകനാഥനെ നിനക്കായി. ഏകുന്നു സമസ്തവും ഞാൻ എന്റെ ഏകനാഥനെ നിനക്കായി. കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിലൻ വീടിന്റെ ഉള്ളിലെത്തും. പാടി
പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക് പാടുകളേറ്റവേനാ. ഈ മർദ്യമായതെല്ലാം മാറി അമർത്യത. അതെ, ഈ അഴിമാറുന്ന ശരീരത്തെ മാറ്റി രൂപാന്തരപ്പെട്ട പുതു ശരീരം നാം പ്രാപിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആ ദിവസത്തെ ഒന്ന് ഓർത്തു നോക്കുക. പ്രാപഞ്ചികമാകും പ്രാകൃതമെല്ലാം മാറും പ്രാണപ്രിയനോടു കൂടെ എത്തുമ്പോൾ. പ്രാപഞ്ചികമാകും പ്രാകൃതമെല്ലാം മാറും പ്രാണപ്രിയനോടു കൂടെ എത്തുമ്പോൾ. പ്രാക്കൽ കണക്കെ പറക്കും നാമെന്ന് പ്രാപിക്കും രൂപാന്തരം. പ്രാക്കൽ കണക്കെ പറക്കും നാം പ്രാപിക്കും രൂപാന്തരം. കൂടുവിട്ടൊടുവിൽ ഞാനൻ നാട്ടിലൻ വീടിന്റെ മുമ്പിലെത്തും. പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക് പാടുകളേറ്റവേനാ. കൂടുവിട്ടൊടുവിൽ ഞാനൻ നാട്ടിലൻ വീടിന്റെ ഉള്ളിലെത്തും. പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക് പാടുകളേറ്റവേനാ. ഹല്ലേലൂയ. കണ്ണുനീരില്ലാത്ത വീട്ടിൽ നാം ചെന്നുവരെയും ഹല്ലേലൂയ ഈ കൺകൾ ഉയർത്തി കർത്താവിനെ പാടുവാനിടയാക്കട്ടെ. ഈ ലോകത്തിൽ കണ്ണുനീരുണ്ട്, ഒരിക്കലും മാറിപ്പോകുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ കണ്ണുനീരില്ലാത്തൊരു നാട്ടിൽ നാം ചെലുന്നേരാൻ പോവുകയാണ്. ഹല്ലേലൂയ. കണ്ണുനീരില്ല വീട്ടിൽ ചെന്നു ചേരുന്ന നാൾ വരെയും കൺകൾ ഉയർത്തി പാടിടും ഞാൻ നാഥന്റെ സ്നേഹം എന്നും. കൺകൾ ഉയർത്തി പാടിടും ഞാൻ നാഥന്റെ സ്നേഹം എന്നും. കണ്ണുനീരില്ല വീട്ടിൽ ചെന്നു ചേരുന്ന നാൾ വരെയും കൺകൾ ഉയർത്തി പാടിടും ഞാൻ നാഥന്റെ സ്നേഹം എന്നും. കൺകൾ ഉയർത്തി പാടിടും ഞാൻ നാഥന്റെ സ്നേഹം എന്നും. നമ്മുടെ ജീവിതത്തിൽ മനം തളരുന്ന അവസ്ഥയിൽ വരാറുണ്ട്. കണ്ണുനീർ ധാരാതരയായി ഒഴുകും. എന്നാൽ മാറോട് ചേർത്ത് ഒരു തള്ളകുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിക്കുന്ന കർത്താവിന്റെ കാരണം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. Thank you, Lord. Hallelujah. എൻ മനം തളർന്നിടുമ്പോ കണ്ണുകൾ നിറഞ്ഞിടുമ്പോ എൻ മനം തളർന്നിടുമ്പോ കണ്ണുകൾ നിറഞ്ഞിടുമ്പോ താങ്ങി നടത്തിടും മാർബോടണച്ചിടും പൊൻകരം കൂടെയുണ്ട്. താങ്ങി നടത്തിടും മാർബോടണച്ചിടും പൊൻകരം കൂടെയുണ്ട്.
വീട്ടിൽ ചെന്നു ചേരുന്ന നാൾ വരെയും കണ്ണുകൾ ഉയർത്തി പാടിടും ഞാൻ നാഥന്റെ സ്നേഹം എന്നും. കണ്ണുകൾ ഉയർത്തി പാടിടും ഞാൻ നാഥന്റെ സ്നേഹം എന്നും. നമ്മുടെ പാതകൾ കൂരിന്റെ അവസരങ്ങൾ വരുമ്പോൾ, നാം ആ പാതയിൽ നടക്കുമ്പോൾ പതറാതെ വീഴാതെ നമ്മെ കൈകളിൽ വഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. താഴ്വരയിൽ ഞാൻ നടന്നിടുമ്പോഴും, കൂരിരുൾ താഴ്വരയിൽ ഞാൻ നടന്നിടുമ്പോഴും ഒട്ടും പതരാതെ താങ്ങി നടത്തുവാൻ കർത്താവിൻ കൂടെയുണ്ട്. ഒട്ടും പതരാതെ താങ്ങി നടത്തുവാൻ കർത്താവിൻ കൂടെയുണ്ട്. കണ്ണുനീരില്ല വീട്ടിൽ ചെന്നു ചേരുന്ന നാൾ വരെയും കണ്ണുകൾ ഉയർത്തി പാടിടും ഞാൻ നാഥന്റെ സ്നേഹം എന്നും. കണ്ണുകൾ ഉയർത്തി പാടിടും ഞാൻ നാഥന്റെ സ്നേഹം എന്നും. യോർദാൻ സമമായ ശോധനകൾ, ചെങ്കടലിന്റെ അനുഭവങ്ങൾ, ഹല്ലേലൂയ, അതൊക്കെ ഈ വരുമ്പോൾ മടുത്തു പോകരുത്. കർത്താവിന്റെ കൃപ ചോദിച്ച് കർത്താവിന്റെ കൃപയാൽ അതേ ശക്തിയോടെ ഓടുവാൻ, ലക്ഷ്യത്തിലേക്ക് ഓടുവാൻ കർത്താവിന്റെ സഹായം തരട്ടെ. ഹല്ലേലൂയ. അതായിരിക്കും നമ്മുടെ പ്രാർത്ഥന. ഹല്ലേലൂയ. യോർദാനിന്നോളങ്ങളോ ചെങ്കടലാഴങ്ങളോ, യോർദാനിന്നോളങ്ങളോ ചെങ്കടൽ ആഴങ്ങളോ, തളരാതെയോടുവാൻ തീരങ്ങൾ പുല്ലുവാൻ വൻരൂപ തന്നിടണേ. തളരാതെയോടുവാൻ തീരങ്ങൾ പുൽകുവാൻ വൻരൂപ തന്നിടണേ. കണ്ണുനീരില്ല വീട്ടിൽ ചെന്നു ചേരുന്ന നാൾ വരെയും കണ്ണുകൾ ഉയർത്തി പാടിടും ഞാൻ നാഥന്റെ സ്നേഹം എന്നും. കണ്ണുകൾ ഉയർത്തി പാടിടും ഞാൻ നാഥന്റെ സ്നേഹം എന്നും. കണ്ണുനീരില്ല വീട്ടിൽ ചെന്നു ചേരുന്ന നാൾ വരെയും കണ്ണുകൾ ഉയർത്തി പാടിടും ഞാൻ നാഥന്റെ സ്നേഹം എന്നും. കണ്ണുകൾ ഉയർത്തി പാടിടും ഞാൻ നാഥന്റെ സ്നേഹം എന്നും. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ധീരതയോടെ ഓടാം ലക്ഷ്യസ്ഥാനത്ത്. തുടർന്ന് നമ്മുടെ സ്തോത്രം നമ്മുടെ ഗസ്റ്റായിരിക്കുന്ന സഹോദരിയെ പരിചയപ്പെടുത്താൻ വേണ്ടി പ്രിയ ഷേർലി ജോബിനെ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
ഇന്നത്തെ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് ടെസ്റ്റ് മണി പറയുവാനായി കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ ചന്ദ്രിക സുധീർ ആണ്. അവർ ജോയിൻ ചെയ്തിരിക്കുന്നത് ഡൽഹിയിൽ നിന്നാണ്. ദീർഘനാളുകൾ ഹൈന്ദവ കുടുംബത്തിൽ ജനിക്കുകയും വളർത്തപ്പെടുകയും കുടുംബജീവിതം നയിക്കുകയും ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. എന്നാൽ കർത്താവിന്റെ സ്നേഹത്തെ രുചിച്ചറിയുവാനിടയായപ്പോൾ ആ ശക്തമായ ആ ഹൈന്ദവ പാരമ്പര്യത്തിൽ നിന്ന് കർത്താവിന്റെ സ്നേഹത്തെ അനേക ഇടങ്ങളിലേക്ക് പ്രസിദ്ധമാക്കുവാൻ കർത്താവ് ഈ കുടുംബത്തെ ശക്തമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ബീഹാറിലും ആസാമിലും ഒക്കെ സുവിശേഷ വേല ചെയ്യുവാൻ, സുവിശേഷ വേലയോടനുബന്ധിച്ച് അവിടെയൊക്കെ ആയിരിക്കുവാനും അവിടെ ഈ ബ്രദർ സുധീറിന് അനേകം ഇടങ്ങളിൽ ജോലിയോടനുബന്ധമായി കർത്താവിന് വേല ചെയ്യുവാനൊക്കെ ഇടയായി. ആ സാക്ഷ്യങ്ങളിൽ നിന്ന് സിസ്റ്റർ ചന്ദ്രിക നമ്മളോട് സംസാരിക്കുന്നതാണ്. ശക്തമായ കർത്താവിന്റെ ഇടപെടലുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും അതുമൂലം സത്യദൈവത്തെ തിരിച്ചറിയുവാനിടയായി. 2021 കോവിഡിനോടനുബന്ധിച്ച് രോഗബാധിതനായി ഈ ലോകത്തിൽ നിന്ന് വേർപെടുവാനിടയായി പാസ്റ്റർ സുധീർ. അതിനുശേഷം സിസ്റ്റർ ചന്ദ്രിക മകളുമായി ഒന്നിച്ച് ഡൽഹിയിലാണ് താമസിക്കുന്നത്. അനേക ഇടങ്ങളിൽ കർത്താവിന്റെ സാക്ഷ്യത്തെ കുറിച്ച് പറയുവാൻ സിസ്റ്റർ ചന്ദ്രികയെ കർത്താവ് ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്ന് സാക്ഷ്യം കേൾക്കുവാൻ നമ്മൾ ആകാംക്ഷയോടെ ആയിരിക്കാം, പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. സിസ്റ്റർ ചന്ദ്രികയെ സാക്ഷ്യം പറയുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. അൺമ്യൂട്ട് ചെയ്യട്ടെ. ഈ മിറക്കിൾ ഹാൻഡ്സിൽ എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ചത് മാത്യൂസ് ഉമ്മൻ പാസ്റ്ററാണ്. ഇതിലേക്ക് വിളിച്ചത് ഈ പ്രോഗ്രാമിനെ പരിചയപ്പെടുത്തിയത്, ഇങ്ങനെ ഒരു ഈ ഓൺലൈൻ പ്രയർ ഈ പ്രോഗ്രാം ഉള്ളത് പരിചയപ്പെടുത്തിയത് ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിലെ PG അങ്കിളിന്റെ ഭാര്യയായ ലില്ലി വർഗീസ് എന്ന് പറഞ്ഞ ആന്റിയാണ് ഇതിനെ പറഞ്ഞത്. കാരണം എൻ്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു ഇതുപോലെ ഒരു പ്രോഗ്രാം ഉണ്ട്, നമുക്ക് ഓൺലൈനിലാണ് ചന്ദ്രിക സിസ്റ്റർ പറയണേ എന്ന് പറഞ്ഞു. അപ്പൊ 2 വർഷം മുമ്പാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത്. അപ്പൊ 2 വർഷം മുമ്പ് ഉമ്മനങ്കിൾ ഇങ്ങനെ അന്ന് പറഞ്ഞ ആ സമയത്ത് ഫോൺ ചെയ്തു. അന്ന് ഞാൻ നാട്ടിലാണ്. അന്ന് നാട്ടിൽ ഇളയ മോടെ വീട്ടിലായിരുന്നപ്പോഴാണ്. അവിടെ ഫോൺ കിട്ടാനായിട്ട് വലിയ പാടായിരുന്നു. കാരണം അവിടെ റേഞ്ച് ഒന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ അങ്കിളെ പിന്നെ ഒരു ദിവസം വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇടയ്ക്കൊക്കെ ഈ പ്രോഗ്രാമിനകത്ത് കയറുകയും പാസ്റ്റർമാരെ കൊണ്ട് ഇതിൽ പ്രാർത്ഥിക്കുന്ന പാസ്റ്റർമാരെ കൊണ്ട് എന്റെ വിഷയമൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ഈ നാളുകളിൽ ദൈവം തന്നെ എന്നോട് ഇങ്ങനെ പറയുവാണ്, കർത്താവായ യേശു തന്നെ എന്നോട് പറയുകയാണ്, നീ ഒരു സാക്ഷ്യം പറയാമെന്ന് ഏറ്റിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ അങ്ങോട്ട് 2-3 പ്രാവശ്യം ഉമ്മനങ്കിളിനെ വോയിസ് മെസ്സേജ് ഇട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിന് അങ്കിള് ഫോൺ ചെയ്യുമ്പോഴൊന്നും എനിക്ക് കിട്ടത്തില്ല. മിസ് കോൾ അടിച്ചാലും കിട്ടത്തില്ല, ഒന്നുമില്ല. പക്ഷെ മിനിഞ്ഞാന്ന് എനിക്ക് പെട്ടെന്ന് ഒരു ഫോണ് വന്ന് എനിക്ക് അന്നേരം ഞാൻ എടുത്തു കഴിഞ്ഞപ്പോ പറഞ്ഞു, ചന്ദ്രികയെ പ്രാർത്ഥിക്ക്, ഈ 17-ാം തീയതി തയ്യാറാകണം, സാക്ഷ്യം പറയാം. എന്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം എഴുതാനുള്ള ഒരു സാക്ഷ്യമുണ്ട്. പക്ഷെ നമുക്ക് അത്രയോ അത് മുഴുവൻ പറയാനൊക്കത്തില്ല. ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയത്ത് കുമരകം എന്ന പഞ്ചായത്തിലാണ് ജനിച്ചു വളർന്നത്. അവിടെ ജനിച്ചു വളർന്ന് ഞങ്ങൾ 6 മക്കളാണ്. എൻ്റെ ഫാദർ ആണെങ്കിൽ പിന്നെ അവിടെ ആൾക്കാരെല്ലാം കൂലിവേല ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ എൻ്റെ ഫാദർ പിന്നെ ഒരു തടി കമ്പനിയിലെ തടി ഇറക്കുന്ന ജോലിയായിരുന്നു എൻ്റെ ഫാദറിന്. ആ തടി ഇറക്കുന്ന തടി മില്ലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ നാട്ടിൽ ഞാൻ ജനിച്ചു വളർന്ന ആ സമയത്ത് കരണ്ടൊക്കെ ഓരോ വീടുകളിലും കരണ്ടില്ലാത്ത സമയത്ത് ഞങ്ങള് മണ്ണെണ്ണ വിളക്കിന്റെ ആ സഹായത്താലാണ്. അപ്പൊ കരണ്ട് ഇല്ലാത്തപ്പോ എൻ്റെ അച്ചാച്ചിക്ക് പണി കിട്ടത്തില്ല, എൻ്റെ അച്ഛന് പണിയില്ല. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ഒക്കെ കഴിഞ്ഞ ഒരു നാളുകളുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ. എൻ്റെ അമ്മ ഞങ്ങൾക്ക് പശു വളർത്തലായിരുന്നു. എൻ്റെ അമ്മ പശുവിനെ വളർത്തി വീട്ടിൽ എല്ലാ പെണ്ണുങ്ങളും, നാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം കണ്ടപ്പണിക്ക്
കണ്ടത്തിൽ വേല വേല ചെയ്യാൻ പോവാന്ന്. എൻ്റെ അമ്മയ്ക്ക് അസുഖമായിരുന്നു, അമ്മയ്ക്ക് ഷുഗറും ഒക്കെ ഉള്ളത്. അമ്മ പോകത്തില്ല, അമ്മ ഈ പശുവിന്റെ പണിയെല്ലാം ചെയ്ത് അമ്മ വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യും. അങ്ങനെയാണ് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് വളർന്നത്. ഞങ്ങൾ 6 മക്കൾ. 6 മക്കളിൽ ഏറ്റവും മൂത്തത് ഞാനാണ് കുടുംബത്ത് കൂടുതൽ ദാരിദ്ര്യ ദുഃഖം എല്ലാം അറിഞ്ഞത്. എൻ്റെ ഞങ്ങൾ 4 പേര് ഒരുപോലെ ഞങ്ങളുടെ ദാരിദ്ര്യ ദുഃഖം ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് അറിയായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ ബോട്ട് ഡ്രൈവർ ആയിരുന്നു. അപ്പം അദ്ദേഹത്തിന് ഒരു വലിയ വയറ്റിൽ എന്തോ ഒരു മുഴയോ എന്തോ ഒരു സംഗതി വന്ന് അദ്ദേഹത്തിന് വലിയൊരു ഓപ്പറേഷൻ ചെയ്തപ്പോൾ പിന്നെ ബോട്ട് ഡ്രൈവ് ചെയ്യാൻ പോകത്തില്ല. അല്ലെങ്കിൽ എല്ലാ കാര്യവും എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിലായിരുന്നു അദ്ദേഹം പിന്നെ ബോട്ട് ഓടിക്കുന്ന നിർത്തിയിലാക്കി. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് എല്ലാവരും സ്രാങ്കെ എന്നാണ് വിളിക്കുന്നത്. ബോട്ടിന്റെ ഡ്രൈവർ ആയത് കാരണം കുമരകത്തുള്ളവർ സ്രാങ്കെ എന്നാ പറയുന്നത്. എല്ലാവരും അറിയും ഞങ്ങളെ കുമരകത്ത്, എല്ലാവരും അറിയും. എൻ്റെ ഫാദറിന്റെ പേര് ചന്ദ്രൻ എന്നാ. കുമരകത്ത് ചന്ദ്രന്റെ വീട് ഏതാ, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. ചേലക്കാപ്പള്ളി എന്നാണ് വീടിന്റെ പേര്, ചേലക്കാപ്പള്ളി. അങ്ങനെ ഞങ്ങള് വളർന്നു വന്ന ആ സാഹചര്യത്തിൽ ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ അമ്പലങ്ങളിലും രാവിലെ എൻ്റെ ഫാദർ, എൻ്റെ അച്ചാച്ചി രാവിലെ എൻ്റെ അച്ചാച്ചി അമ്മയും നിർമ്മാലയം തൊഴാനായിട്ട് അമ്പലത്തിൽ പോകും. തിരിച്ചു വന്നു കഴിഞ്ഞ് പശുവിന്റെ എല്ലാം പണികളെല്ലാം ചെയ്ത് അമ്മ അവിടെ ഇരിക്കും. വെളുപ്പിനെ അമ്മ ഒരു 3:30 ആകുമ്പോൾ എഴുന്നേറ്റ് വീട്ടിലെ പണിയെല്ലാം ചെയ്തേച്ച് അടിച്ചു വാരി വിളക്ക് കത്തിച്ചേച്ചാണ് പിന്നെ അമ്പലത്തിൽ പോകുന്നത്. അമ്പലത്തിൽ ചെന്ന് നിർമ്മാലയം എല്ലാം കണ്ട് രണ്ടുപേരും തിരിച്ചു വരും. അങ്ങനെയായിരുന്നു. പക്ഷെ എൻ്റെ ഫാദർ ഈ ജോലിയൊക്കെ ചെയ്തെങ്കിലും തടിക്കമ്പനി തടി ഇറക്കുന്ന ജോലിയാണെങ്കിലും അന്നത്തെ കാലത്ത് 10 രൂപയൊക്കെയാണ് കിട്ടുന്നത്. ആ കിട്ടിയാൽ 5 രൂപ വീട്ടിൽ കൊടുക്കും, 5 രൂപ അച്ചാച്ചി കുടിക്കും. അങ്ങനെ കള്ളു കുടിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. പക്ഷെ കള്ളു കുടിച്ച് ബഹളമൊന്നുമില്ല. പക്ഷെ കള്ളു കുടിച്ച് അങ്ങനെ കുടുംബത്തോടൊരു ഉത്തരവാദിത്വ ബോധമില്ലായിരുന്നു എൻ്റെ ഫാദറിന്. അതുപോലെ തന്നെയായിരുന്നു. അതുപോലെ ഞങ്ങളെല്ലാം കുഞ്ഞുങ്ങളെയൊക്കെ വലിയ സ്നേഹമാണ്. എപ്പോഴും പറയും അരിയും മുളകും ഉപ്പും വീട്ടിലുണ്ടായിരിക്കണമെന്ന് പറയും എന്ന് പറയുമായിരുന്നു. പക്ഷെ എൻ്റെ അമ്മ എന്ന് പറഞ്ഞ അമ്മയുടെ കുടുംബം ഒരു വലിയ കുടുംബത്തിൽ നിന്നായിരുന്നു. അമ്മ ആർപ്പുക്കര കരുപ്പുത്തട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ചിറയിൽ ഫാമിലിയിൽ നിന്നാണ് എൻ്റെ അമ്മയുടെ വീട്. ചിറയിൽ ഫാമിലി, കരുപ്പുത്തട്ടയിലെ ചിറയിൽ ഫാമിലി എന്ന് പറഞ്ഞ ആ ഫാമിലിയിലാണ് അമ്മയുടെ വീട്. അമ്മ അവിടുന്നാണ് ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ അമ്മയ്ക്ക് ഈ ദാരിദ്ര്യ ദുഃഖമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ അമ്മയുടെ വീട്ടുകാരൊക്കെ ഇച്ചിരി അന്നത്തെ കാലത്ത് ഇച്ചിരി പൈസക്കാരായിരുന്നു. അവർക്ക് ഹോട്ടലും ബിസിനസ്സും ഒക്കെ ഉള്ളവരായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഈ എല്ലാ വർഷവും അരിയും സാധനങ്ങളും ഒക്കെ, അവർക്ക് കണ്ടം കൃഷികളൊക്കെ ഉണ്ട്, കൃഷിയിൽ അരിയും സാധനവും ഒക്കെ കൊണ്ടുതന്ന് അങ്ങനെയാണ് ഞങ്ങൾ എൻ്റെ ചെറുപ്പകാലത്തുള്ള വളർച്ച. ഞങ്ങൾക്ക് സ്കൂള് പൂട്ടാൻ നോക്കിയിരിക്കും അമ്മയുടെ വീട്ടിൽ പോകാൻ. കാരണം അവിടെ ഹോട്ടലുണ്ട്, ഇഷ്ടംപോലെ ഭക്ഷണമൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ജനിച്ചു വളർന്ന് ഞാൻ അനേകം ദുഃഖങ്ങൾ കണ്ടാണ് വളർന്നു വന്നത്. 10ാം ക്ലാസ് വരെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ശ്രീനാരായണ സ്വാമിയുടെ സ്കൂളുണ്ട്. ആ സ്കൂൾ തന്നെ SKM എന്നാ പറയുന്നത്. SKM ശ്രീകുമാരമംഗല ഹൈസ്കൂൾ എന്നാണ് SKM. ആ SKM ഹൈസ്കൂളിലാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. ഈ 10ാം ക്ലാസ് വരെ പഠിച്ച സമയത്ത് 5 വരെ നല്ല ഒന്നാം തരാട്ട് ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു ഞാൻ. 5 കഴിഞ്ഞതിന് ശേഷം 6ാം ക്ലാസ് മുതൽ അത്ര പഠിക്കാൻ അത്ര മിടിക്കൊന്നും അല്ലായിരുന്നു. കാരണം എൻ്റെ ഇളയത്തുങ്ങളെയൊക്കെ നോക്കാനുള്ള ഉത്തരവാദിത്വം ഒക്കെ എനിക്ക്. കാരണം അമ്മയ്ക്ക് എപ്പോഴും രോഗമൊക്കെയാ. അപ്പൊ അന്നത്തെ കാലത്ത് പൈപ്പും കാര്യങ്ങളും ഒന്നുമില്ല. ഞങ്ങൾ റോട്ടിൽ ചെന്നിട്ട് വെള്ളം പിടിച്ചോണ്ട് അല്ല കുളത്തിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് വരണം. അപ്പൊ ഈ പശുക്കൾക്കൊക്കെ വെള്ളം കുടിക്കാനും അങ്ങനെ കാടി കൊടുക്കാനും ഒക്കെ പുല്ലൊക്കെ എൻ്റെ അനിയത്തിമാരെ ചെത്താനൊക്കെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ആ വളർന്നു വന്ന സമയത്ത് ഈ വെള്ളമെല്ലാം കോരി പിടിക്കുന്ന കാരണം എനിക്ക് ഈ ഇളയത്തുങ്ങളെ നോക്കാനും ഒക്കെ ആയ കാരണം പഠിത്തം അങ്ങ് പുറകോട്ടായി. അങ്ങനെ 6ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ എൻ്റെ പഠിത്തം പിന്നെ കീഴോട്ടായി. അങ്ങനെ ഞാൻ 10ാം ക്ലാസ്സിൽ വന്നപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരും നല്ലപോലെ പഠിക്കുന്ന പിള്ളേരെല്ലാം ഉണ്ട്. അങ്ങനെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടപ്പോൾ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയപ്പം ഞങ്ങളുടെ അടുത്തുള്ള വീട്ടുകാരൊക്കെ പറഞ്ഞ്, ഓ നീ പരീക്ഷ എഴുതാൻ പോകുന്നു വെറുതെ പഠിക്കത്തില്ല, തോറ്റു പോകുന്നു പറഞ്ഞ്.
പക്ഷെ ഞാൻ എന്നും സ്കൂളിൽ പോകുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിന്റെ അവിടെ അമ്പലമുണ്ട്. അത് ശ്രീ മുരുകന്റെ അമ്പലമാണ്, സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. ഞാൻ ആ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ എന്നും ചെന്ന് പിന്നെ കാലൊക്കെ കഴുകി, അവിടെ ആറാണ് മുന്നേ, ആ ആറ്റി എൻ്റെ കാലും കൈയും മുഖവും ഒക്കെ കഴുകി വെച്ച് ബാഗ് അവിടെ വെച്ച് ആ അമ്പലത്തിന്റെ നടയിൽ ചെന്ന് എൻ്റെ തല ഇങ്ങനെ നെറ്റി മുട്ടിച്ച് പ്രാർത്ഥിച്ചേച്ചേ ഞാൻ സ്കൂളിനകത്തോട്ട് കയറുള്ളൂ. സ്കൂൾ തൊട്ടടുത്താ. അങ്ങനെ കയറുന്ന പതിവ്. അത് കഴിഞ്ഞ് എനിക്ക് ആ ശനി ഞായറും അവധിയുള്ള ദിവസം ഞാൻ അമ്പലത്തിലും പോകും, പള്ളിയിലും പോകും. എനിക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് അവിടെ കത്തോലിക്ക പള്ളിയാണ് കൂടുതൽ, കത്തോലിക്കായും യാക്കോബായും. ഈ അമ്പലത്തിൽ പോയതിനു ശേഷം അപ്പുറം പള്ളിയാണെങ്കിൽ ആ പള്ളിയിലും കയറി തൊഴുതേച്ചാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ശനി ഞായറും സകല അമ്പലങ്ങളിലും അതുപോലെ ചർച്ചിലും ഞാൻ പോകുമായിരുന്നു. അങ്ങനെ പോയി ഞങ്ങൾ അവിടെ എൻ്റെ കുടുംബത്താണെ 6 പൂജാരിമാരുണ്ട്. 6 പൂജാരിമാർ. എൻ്റെ അച്ഛൻ്റെ അമ്മാവൻ പൂജാരിയാണ്, അറിയപ്പെടുന്ന കുമരകത്ത് കുഞ്ഞുമണിക്കൻ ശാന്തി എന്നാ അദ്ദേഹത്തിന്റെ പേര്. അതുപോലെ തന്നെ കുമരകത്ത് സുധർമ്മ ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടൽ പണ്ടത്തെ ഹോട്ടലാണ്, ആദ്യത്തെ. ആ ഹോട്ടൽ എൻ്റെ എൻ്റെ വല്യമ്മച്ചിയുടെ ഹോട്ടലാണ്, വല്യമ്മച്ചിയുടെ ആങ്ങളയുടെ ഹോട്ടലാണത്. അപ്പൊ ആ ആങ്ങളയുടെ മാനാണ് ഈ കുഞ്ഞുമണിക്കൻ എന്ന് പറഞ്ഞ ശാന്തി. അപ്പൊ എല്ലാരും അറിയപ്പെടുന്നതാ. അങ്ങനെ ഞങ്ങളുടെ ആ കുടുംബത്തിൽ, പിന്നെ ആ ഒരു കുടുംബത്തിൽ, ചെലകപ്പള്ളി കുടുംബത്തിൽ എൻ്റെ അപ്പന്റെ വീട്ടില് 6 പൂജാരിമാരുണ്ട്. ആ പൂജാരിമാരെ എല്ലാം ഭയങ്കര പൂജയും കാര്യങ്ങളും, അമ്പലത്തിന്റെ ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് ഞങ്ങളെ പിള്ളേരെ എല്ലാം കൊണ്ട് ചേർക്കാനൊക്കെ. എൻ്റെ ഗ്രാൻഡ് ഫാദറിനാണ്, ഗ്രാൻഡ് ഫാദർ പഠിച്ച ഗ്രാൻഡ് ഫാദറാണ്. കാരണം ഇംഗ്ലീഷും ഒക്കെ നല്ലപോലെ അറിയാം. പണ്ടത്തെ കാലത്തെ പഠിത്തമുള്ള, ആ ഗ്രാമത്തിൽ പഠിത്തമുള്ള ഒരാളാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ. അദ്ദേഹം ഇസ്രാങ്ക് എന്ന് പറഞ്ഞ ഈ വല്ല ഫോമൊക്കെ പൂരിപ്പിച്ചു കൊടുക്കുന്ന എൻ്റെ ഗ്രാൻഡ് ഫാദറാണ്. നാട്ടുകാർക്ക് ഫോമൊക്കെ ഉണ്ടെങ്കിൽ പൂരിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് ഞങ്ങളെല്ലാം കൊണ്ട് ചേർത്തത്. അപ്പൊ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, 10ാം ക്ലാസ് കഴിഞ്ഞ് നീ ഇനി എന്തോ ചെയ്യാനാ? അപ്പൊ ആദ്യം കഴിഞ്ഞ 11ാം ക്ലാസ്സിലോട്ട് പോകാൻ വേണ്ടി കോളേജിൽ, അന്ന് പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനായിട്ട് ഞാൻ ചെന്ന് ഫസ്റ്റ് ഇയറിൽ പകുതി വരെ പഠിത്തം കഴിഞ്ഞപ്പോ എൻ്റെ പഠിത്തം അത് പൂർത്തിയായില്ല. പെട്ടെന്ന് പിന്നെ വീട്ടിൽ വന്നിട്ട് പഠിത്തം പൂർത്തിയാകാനായിട്ട് അങ്ങനെയുള്ള സാഹചര്യമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ അവിടെ ഒരു കത്തോലിക്ക ഫാമിലിയിലുള്ള അവർക്കും ഞങ്ങളുമായിട്ട് വലിയ കൂട്ടാണ്. അവിടുത്തെ ആ പപ്പ, ചാണ്ടിപ്പപ്പ എന്നാ പപ്പയുടെ പേര്. ആ ചാണ്ടിപ്പപ്പ പറഞ്ഞ്, മോളെ നീ എൻ്റെ പിള്ളേരെ വന്ന് പഠിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുക. ആ കുഞ്ഞുങ്ങളാണെങ്കിൽ 3ലും 2ലും ഉള്ള പിള്ളേരാണ്. ആ കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിച്ചു. എനിക്ക് ജീവിതത്തിൽ ആദ്യമായി ആ കത്തോലിക്ക ഫാമിലിയിൽ നിന്നാണ് 25 രൂപ ആ ചാണ്ടിപ്പപ്പായുടെ അനിയൻ വിജയവാഡയിലെ അച്ഛനാണ്. ആ അച്ഛൻ അന്ന് അവധിക്ക് വന്ന ആ അച്ഛന്റെ കൈ കൊണ്ടാണ് എനിക്ക് 25 രൂപ അന്ന് തന്നു. ആ 25 രൂപ എന്ന് പറഞ്ഞ ആ സമയത്ത് ഭയങ്കര ഒരു വലിയ തുകയാണ്. അത് എനിക്ക് തന്ന്, അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ കൈ കൊണ്ട് കൊടുത്തു. അമ്മ ഉടനെ എന്നോട് പറഞ്ഞ്, ഇതിനകത്തുനിന്ന് 5 രൂപ എടുത്ത് നീ കൊണ്ട് അമ്പലത്തിൽ ഇടാനും പറഞ്ഞു. അമ്പലത്തിന്റെ ഭണ്ഡാരത്തിൽ കൊണ്ട് ഇടാൻ പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം അമ്പലത്തിൽ പോയപ്പോൾ 5 രൂപ എനിക്ക് അമ്മ തന്നു. അത് ഞാൻ ഭണ്ഡാരത്തിൽ കൊണ്ട് ഇട്ട്. എനിക്കറിയത്തില്ലല്ലോ ഏത് ദൈവമാണ് സത്യദൈവം എന്നൊന്നും എനിക്കറിയത്തില്ലല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ അമ്മ പറഞ്ഞ പോലെ ചെയ്തു. അങ്ങനെ എനിക്കറിയത്തില്ല. ഞാൻ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്നോട് എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു നേഴ്സിങ്ങിന് പോകണമെന്ന്. അപ്പൊ നേഴ്സിങ്ങിന് പോകാനും എനിക്ക് താല്പര്യമില്ല. കാരണം ഈ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സ്റ്റൈലായി എനിക്ക്. അപ്പൊ പഠിപ്പിക്കണം, മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു കഴിവ് എനിക്ക് ദൈവം എങ്ങനെയോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നഴ്സറി ട്രെയിനിങ്ങിന് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കോട്ടയത്ത് മുട്ടമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് നഴ്സറി ട്രെയിനിങ് ആയ ചാക്കോ സാറിന്റെ അവിടെ കൊണ്ട് ചേർത്ത്. അവിടുന്ന് ചാക്കോ സാറിന്റെ അവിടുന്ന് പിന്നെ അവിടുത്തെ പഠിത്തം പൂർത്തിയാക്കാതെ തന്നെ പാലായി പോയി പഠിച്ചു. പാലായി ചെന്ന് പഠിച്ച ഉടനെ എന്ത് ചെയ്ത്, പാലായി സമയത്ത് പാലായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നഴ്സറി ട്രെയിനിങ് ആദ്യം മലയാളം മീഡിയം പഠിച്ചു, അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് മീഡിയം പഠിച്ചു. അങ്ങനെ ഞാൻ പാലായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ദൈവത്തിന്റെ ദൈവാത്മാവ് സംസാരിച്ച് ഞാൻ അവിടുത്തെ
ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കുകയും അവിടെ എന്തോ ഒരു ദൈവിക ശക്തി എനിക്ക് ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കുകയും അവരോടൊപ്പം അത് ഓർത്തഡോക്സിന്റെ ഒരു സ്കൂളായിരുന്നു ഞാൻ പഠിച്ചത്. ക്ലേറിയച്ചൻ എന്ന് പറഞ്ഞ ചെങ്ങന്നൂരുകാരനാ അച്ഛൻ. അരണാപുരം എന്ന് പറയുന്നത്, പാലായിൽ അരണാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ലേറിയച്ചന്റെ ഇത് പിന്നെ ഈ സ്കൂള്. ഈ നഴ്സറി ട്രെയിനിങ്ങും അങ്ങനെ അവിടെ നഴ്സറി ട്രെയിനിങ്, കമ്പ്യൂട്ടർ ട്രെയിനിങ് എല്ലാം ഉണ്ട്. അപ്പൊ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് എന്റെ ദൈവത്തിന്റെ ശക്തി. ഞാൻ ആ ഓർത്തഡോക്സ് ചാപ്പലിൽ പോയിട്ട് ചാപ്പലിലോട്ട് പോയി അവിടെ ചെന്ന് ചാപ്പലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അവിടുന്ന് എന്നോട് ഈ കർത്താവ് എന്തോ അന്നത്തെ ഞാൻ സ്നാനമൊന്നും ഏറ്റില്ല, എങ്കിലും എനിക്ക് കർത്താവിനെ കുറിച്ച് ഭയങ്കര, യേശുവിനോട് ഒരു വലിയ താല്പര്യമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അവിടുന്ന് അവധി കിട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്റ്റുഡൻസ് എല്ലാം വീട്ടിലോട്ട് പോവുക. അവധി കിട്ടുന്നത് ക്രിസ്മസ് അവധി, ഓണാവധി. ഈ ക്രിസ്മസിന്റെ അവധി കിട്ടിയ സമയത്ത് എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടി, മത്സ്യ എന്ന് പറയുന്ന ഒരു കുട്ടി, അവള് കൊല്ലംകാരിയാണ്. അങ്ങനെ അവൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഈ അവധിക്ക് നീ വരണേന്നും പറഞ്ഞ് എന്നെയും കൂട്ടി കൊല്ലത്തിന് പോയി. ഞങ്ങൾ കൊല്ലത്തുനിന്ന് തിരിച്ച് ഞാൻ വരുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഞാൻ പരിചയപ്പെട്ട് അദ്ദേഹം തലശ്ശേരിക്കാരനാണ്. ഞാൻ കള്ളം പറയത്തില്ല, നമ്മുടെ സാക്ഷ്യത്തിൽ സത്യം പറയണം. തലശ്ശേരി കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ തലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ഹസ്ബൻഡിന്റെ വീട്. അങ്ങനെ ഹസ്ബൻഡിന്റെ വീട്ടില് ഹസ്ബൻഡ് രണ്ടാമനാണ്. അവർ 5 പിള്ളേരാണ്. ഇച്ചിരി നല്ല കഴിവുള്ള വീടെന്ന് പറഞ്ഞാൽ മൂർക്കോത്ത് ഫാമിലിയിലെ അംഗമാണ്. മൂർക്കോത്ത് കുഞ്ഞികൃഷ്ണൻ എന്നാണ് എൻ്റെ ഹസ്ബൻഡിന്റെ അപ്പന്റെ പേര്. അപ്പൊ അദ്ദേഹം നെടുങ്ങാടി ബാങ്ക്, അന്ന് നെടുങ്ങാടി ബാങ്ക് ഉണ്ട്, ആ നെടുങ്ങാടി ബാങ്കിന്റെ മാനേജറായിരുന്നു കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ ആള്. അദ്ദേഹത്തിന്റെ മകനാണ് ഇത്, രണ്ടാമത്തെ മകനാണ്. മൂത്ത മകൻ സുരേഷ് എന്ന് പറഞ്ഞ അത്. അങ്ങനെ ഈ രണ്ടാമത്തെ മകനെ ഇദ്ദേഹവുമായി ഞാൻ പരിചയപ്പെട്ട്. അപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ എൻ്റെ വീട്ടുകാരോട്, അപ്പൊ എൻ്റെ വീട്ടിലും ഇങ്ങനെ പഠിത്തം കഴിഞ്ഞാൽ ഉടനെ കല്യാണം കഴിക്കണമെന്ന് വീട്ടുകാരും ആലോചിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് നമ്മുടെ നാട്ടിലുള്ള കുമരകത്തൊന്നും ഉള്ളവരെ വേണ്ട. കാരണം കുമരകത്ത് ജനിച്ചു വളർന്നവര് കുമരകത്ത് തന്നെ അടുത്തുള്ളവരെയൊക്കെ കല്യാണം കഴിക്കുക. എനിക്ക് അങ്ങനെ കുമരകത്ത് വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വാശി പിടിച്ച് ഞാൻ എൻ്റെ ഈ സുധിയേട്ടനെ കണ്ടപ്പോൾ ഒരു നല്ല ഭക്തനായിട്ട് എനിക്ക് തോന്നി. കാരണം ഞങ്ങളുടെ ഇത് വെച്ച്, ഈ ഹിന്ദു ഇതിൽ വെച്ച് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ഒരു ചന്ദനക്കുറിയും കയ്യിൽ ഒരു മോതിരവും ഗുരുവായൂരപ്പന്റെ സ്വർണ്ണ ലോക്കറ്റും മാലയൊക്കെ അദ്ദേഹത്തിന്റെ ഇത് കഴുത്തലുണ്ട്. അപ്പൊ എനിക്ക് കണ്ടപ്പോ ഇഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇദ്ദേഹത്തെ മാത്രം മതിയെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ അമ്മാച്ചന്മാര്, എൻ്റെ അമ്മ വീട്ടുകാർ ഇച്ചിരി പൈസക്കാരാന്ന് പറഞ്ഞല്ലോ, അമ്മാച്ചന്മാർക്ക് ആർക്കും ഇഷ്ടമില്ല. കാരണം ഇദ്ദേഹം എന്നെക്കാളും 10 വയസ്സിന് മൂത്തതുമാ. അപ്പം കണ്ടാ പറയത്തില്ല, കണ്ടാ നല്ല സ്മാർട്ടാണ് കണ്ടാൻ. അപ്പം ഇദ്ദേഹം പറയാ ഇത്ര പ്രായമുള്ളവനെ കെട്ടരുത്, അതുപോലെ തന്നെ ഇത്ര ദൂരത്തിൽ പോയി കെട്ടരുത്, നമ്മുടെ അടുത്ത് എത്രയോ പ്രദേശമുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ വാശി പിടിച്ച് ഞാൻ അദ്ദേഹത്തെ തന്നെ കിട്ടി. അപ്പോൾ എൻ്റെ ഫാദറും എൻ്റെ മദറും പറഞ്ഞു, എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തമ്മി പിണങ്ങുകയോ വല്ലതും ചെയ്തെങ്കിൽ ഈ വീട്ടിൽ വന്ന് നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ വീട്ടുകാരും പറഞ്ഞു. അപ്പൊ രണ്ട് വീട്ടുകാരും ഞങ്ങൾക്ക് യാതൊരു തുണയില്ലാത്ത അവസ്ഥയായി. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ബീഹാറിലേക്ക് പോയി. ബീഹാറിൽ പോയി കഴിഞ്ഞ് ബീഹാറിൽ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ആസാമിലേക്ക് പോയി. ആസാമിൽ ചെന്നപ്പോ അദ്ദേഹം അന്നേരമൊക്കെ ഈ നമ്മുടെ ഓസ്വാള് കമ്പനി എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ 4ാമത്തെ കമ്പനിയാണ്. ഓസ്വാൾ കമ്പനിയിലാണ് ജോലി. അപ്പൊ ഇദ്ദേഹത്തിന് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ജോലി. എല്ലാ സ്റ്റേറ്റുകളിലും പോകണം, അത് നോർത്ത് ഈസ്റ്റ് മുഴുവൻ പോകണം. പോകുന്ന സമയത്ത് ഞാൻ എന്നെയും കൊണ്ടുപോകും ഓരോ സ്ഥലത്തെല്ലാം കാണാനായിട്ട്. അങ്ങനെ ഞാൻ നോർത്ത് ഈസ്റ്റ് മുഴുവൻ കണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തും ഇദ്ദേഹം കൊണ്ടുപോയി. അങ്ങനെ തിരിച്ച് എൻ്റെ മോളുണ്ടായത് 89-ലാണ് മോളുണ്ടായത്. 89 ഉണ്ടായി. ഞങ്ങൾ 90 ആയപ്പം ഇദ്ദേഹം ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇദ്ദേഹം പറഞ്ഞു നമുക്ക് ഈ നോർത്ത് സൈഡിൽ നിന്ന് നമുക്ക് നാട്ടിൽ വന്ന് ഇനി ജോലി ചെയ്യാന്ന് പറഞ്ഞ് നാട്ടിൽ വന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് 2 കൂട്ടരും, എൻ്റെ വീട്ടുകാരും അദ്ദേഹത്തിന്റെ വീട്ടുകാരും ഒന്നും ഒരു സഹകരണം ഇല്ലാതെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി നോർത്തിലേക്ക് തന്നെ പോകാമെന്നും പറഞ്ഞ് അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, രാജസ്ഥാനിലുള്ള കൊച്ചുമോൻ സിറ്റി എന്ന് പറഞ്ഞ അവിടെ ഒരു സ്കൂളിന്റെ സാർമാർക്ക് വേക്കൻസി ഉണ്ട്, സാറായിട്ട് അവിടെ ടീച്ചേഴ്സിന്റെ വേക്കൻസി ഉണ്ട്. അങ്ങനെ അവിടെ
അപ്ലൈ ചെയ്തപ്പോ എന്റെ ഹസ്ബൻഡിന് കിട്ടി. അപ്പൊ ഞാൻ രണ്ടാമത് പ്രഗ്നന്റ് ആണ്, എന്റെ രണ്ടാമത്തെ മോളെ. ആ സമയത്താണ് അദ്ദേഹം രാജസ്ഥാനിലേക്ക് പോകുന്നത്. രാജസ്ഥാനിൽ പോയ ഒരു വെളുപ്പാൻ കാലത്ത് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോ അദ്ദേഹത്തിന് ഛർദിലും അതുപോലെ വയറിളക്കവും എല്ലാം പിടിച്ച് ആ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ അദ്ദേഹം വീണ്. അപ്പൊ അഡ്രസ്സ് കൊടുത്ത് ആൾക്കാർ ചോദിച്ചു എങ്ങോട്ട് പോകാനാന്ന് പറഞ്ഞപ്പോ ആ സ്കൂളിന്റെ അഡ്രസ്സ് കൊടുത്ത് സ്കൂളുകാർ അവിടുന്ന് വണ്ടിയായിട്ട് വന്ന് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയപ്പോ ആ ഡോക്ടർ പറഞ്ഞു ഇദ്ദേഹം ജീവിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ആ ഹോസ്പിറ്റലിൽ പ്രാർത്ഥിക്കുന്ന 4 നേഴ്സുമാരുണ്ടായിരുന്നു. ആ 4 നേഴ്സുമാര് കട്ടിലിന്റെ 4 മൂലയ്ക്ക് നിന്ന് എന്റെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ, നിങ്ങളുടെ നാട്ടുകാരനാ. ആ മലയാളി നേഴ്സുമാരായിരുന്നു അത്. അപ്പൊ ആ 4 പേരും കൂടെ പ്രാർത്ഥിച്ച് എന്റെ ഹസ്ബൻഡിന് പുതുജീവൻ ദൈവം അവിടുന്ന് കൊടുത്ത് ആ സ്കൂളിൽ ചെന്ന് പിന്നെ വർക്ക് ചെയ്തപ്പോ അവിടുന്ന് 3-4 കൂട്ടുകാരെ കണ്ട് അതിൽ തിരുവല്ലായിലുള്ള ഒരു ജോസ് എന്ന് പറഞ്ഞ ഒരു ബ്രദറുമായിട്ട് ഭയങ്കര കൂട്ടായ. ആ ബ്രദർ പറഞ്ഞ് ഡൽഹിയിൽ എന്റെ പെങ്ങളും പെങ്ങളുടെ ഹസ്ബൻഡും താമസിക്കുന്നുണ്ട്, നമുക്ക് ഈ സ്കൂളില് അപ്പൊ ഈ സ്കൂളൊക്കെ ഉണ്ടെങ്കിലും അവിടുത്തെ ക്യാൻറ്റീനിലെ ആഹാരം ഇവർക്ക് ആർക്കും പിടിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡൽഹിയിലോട്ട് പോകാതെ പറഞ്ഞ് ഇവര് 4 പേര് ആ സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്ത് ഡൽഹിയിലോട്ട് വന്നു. ഈ പെങ്ങളും പെങ്ങളുടെ ഭർത്താവും കൂടെ ഇവരെ ആങ്ങളേനെ വിളിച്ച് ആങ്ങളുടെ കൂട്ടുകാരായ എന്റെ ഹസ്ബൻഡിനെ ഒക്കെ വിളിച്ചു. ഈ 4 പേരെ ഒരാഴ്ച ആ പെങ്ങള് നോക്കി. അത് കഴിഞ്ഞിട്ട് പെങ്ങളുടെ ഭർത്താവ് പറഞ്ഞ് നിങ്ങൾ വേറെ താമസിക്കണമെന്ന് പറഞ്ഞു. വേറെ താമസിക്കാനായിട്ട് ആ പെങ്ങളുടെ ഭർത്താവ് തന്നെ ഇവർക്ക് റൂം എടുത്തു കൊടുത്തു. അന്നേരം ഇവർക്ക് ആർക്കും പണിയില്ല, രാജസ്ഥാനിലെ പണി കളഞ്ഞാച്ചാ ഡൽഹി വന്നത്. അപ്പം എന്റെ ഹസ്ബൻഡ് പെട്ടെന്ന് തന്നെ അദ്ദേഹം ഒരു കമ്പനിയിൽ ഒരു വേക്കൻസി കണ്ട് ഡൽഹി വന്ന് പെട്ടെന്ന് അദ്ദേഹത്തിന് ജോലി കിട്ടി. ബാക്കി 3 പേർക്കും ജോലി കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ ശമ്പളം കൊണ്ട് അദ്ദേഹം 6 മാസം അവരെ നോക്കി എല്ലാം കഴിഞ്ഞപ്പോ എന്റെ വീട്ടുകാർ എന്നോട് ഭയങ്കര ഇതായി, നിന്റെ ഹസ്ബൻഡ് പോയിട്ട് ഇതുവരെ നിനക്ക് ഒരു പൈസ പോലും അയച്ചു തരുന്നില്ല എന്നും പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. എന്റെ അമ്മയും എന്റെ അച്ചാച്ചിയും കൂടെ ഭയങ്കര ഇതായിരുന്നു. കാരണം അവര് പറഞ്ഞത് അവർക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമാണ് ഞാൻ കഴിച്ചത്. അങ്ങനെയായി ഞാൻ പറഞ്ഞു എന്റെ ഹസ്ബൻഡിന് അന്നൊന്നും ഇതില്ല, ഫോണില്ല. കത്തെഴുതി ഞാൻ പറഞ്ഞു എത്രയും വേഗം എന്നെയും കൊച്ചുങ്ങളെയും കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ എന്നെയും കൊച്ചുങ്ങളെയും കൂടെ ഡൽഹി കൊണ്ടുവന്ന് ഞങ്ങൾ 92 ഫെബ്രുവരിയിലാണ് വന്നത്. അപ്പൊ ആ വരുന്ന സമയത്ത് തണുപ്പ് തീർന്നില്ല. ഫെബ്രുവരി മാസത്തിൽ ഇവിടെ തണുപ്പുണ്ട്. ആ സമയത്താ വന്നു കഴിഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ ഈ 3 പേര് വേറെ ഉണ്ടല്ലോ, അവരെ അന്നേരം വേറെ റൂമിലോട്ട് മാറ്റി അവർക്കും ഉള്ള ചെലവ് എന്റെ ഹസ്ബൻഡാ കൊടുത്തോണ്ടിരുന്ന ആഹാരത്തിനുള്ളതെല്ലാം. അങ്ങനെ ഞാൻ ഒരു 8 പവന്റെ സ്വർണ്ണമായിട്ട് ഇവിടെ വന്ന് ആ സ്വർണ്ണം എല്ലാം വിറ്റഴിച്ച് എല്ലാം വിറ്റഴിച്ച് ഓരോന്ന് ചെലവിന് പൈസ വേണ്ടേ. അപ്പോൾ ഇദ്ദേഹം ജോലിക്ക് പിന്നീട് എന്നെയും കൊച്ചുങ്ങളെയും വന്നു കഴിഞ്ഞപ്പോ പിന്നെ ജോലിക്ക് പോകത്തില്ല. ജോലിക്ക് പോയാലോ ഇവിടുന്ന് ആഹാരം കെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ആഹാരവുമായിട്ട് ടിഫിനുമായിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള അമ്പലങ്ങൾ, ഈ ഡൽഹിയിലുള്ള അമ്പലം മുഴുവനും പുള്ളിക്കാരൻ പോകും രാവിലെ. അങ്ങനെ ഛത്തർപൂർ എന്ന് പറയുന്ന ഒരു അമ്പലം, അതായത് PG അങ്കിളിന്റെ ഒക്കെ ഓഫീസിനടുത്തുള്ളതാണ് ഈ ഛത്തർപൂർ എന്ന് പറഞ്ഞ അമ്പലം. ആ അമ്പലത്തിൽ പോയി, വലിയ അമ്പലം, ആ അമ്പലത്തിൽ ദിവസവും പൂരിയും സബ്ജിയും കിട്ടും. അപ്പം ആ പൂരിയും സബ്ജിയും തിന്നുകൊണ്ട് പുള്ളിക്കാരൻ അവിടെ കിടക്കും. അങ്ങനെ കമ്പനിക്കാർ ഈ ജോലിയുള്ള ഓഫീസിലെ ആൾക്കാർ തപ്പി വരുമ്പോ ഞാൻ പറയും, അവരോട് പറഞ്ഞു നിങ്ങൾ അമ്പലത്തിൽ ചെന്ന് നോക്കാമെങ്കിൽ അവിടെ കാണുമെന്ന് പറയും. അതുപോലെ അമ്പലത്തിൽ അവര് കാറും കൊണ്ട് അമ്പലത്തിന്റെ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ആ തളത്തിൽ കിടപ്പുണ്ട്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് പിടിച്ചോണ്ട് ഒത്തിരി പ്രാവശ്യം ഓഫീസിൽ പോയിട്ടുണ്ട്. അങ്ങനെ പോയി ഇദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ ഭയങ്കര പൂജയും കാര്യങ്ങളും. അപ്പൊ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഭഗവാന്മാരുടെ കൊള്ളയാ, ഇഷ്ടം പോലെ ഭഗവാന്മാരാ. എല്ലാ ദിവസവും ഞങ്ങളുടെ 50 പൈസയാണ് ഒരു പൂമാലയ്ക്ക്. ഭഗവാന്മാരെ എല്ലാം ചാർത്താനുള്ള പൂമാലകൾ വരും. അങ്ങനെ പൂമാലകളൊക്കെ വരുന്ന സമയത്ത്, പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ സമയത്താണ് 2 പാസ്റ്റർമാര് വേറൊരു സഹോദരനെ തപ്പി ഈ ഗിറ്റോർണി എന്ന് പറഞ്ഞ സ്ഥലത്ത് വരും. അത് കുത്തപ്പിനാറിന്റെ അടുത്തുള്ള ഒരു ചർച്ചിൽ നിന്നാണ് ആ പാസ്റ്റർമാര് വരുന്നത്. അപ്പം ആ പാസ്റ്റർമാരുടെ ചർച്ച് ഗ്രീൻ പാർക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്, അവിടെ നിന്നാണ് ഈ പാസ്റ്റർമാർ ഇങ്ങോട്ട് വരുന്നത്. പാസ്റ്റർമാർ വന്നപ്പോ ഈ ഇരിക്കുന്ന സഹോദരനും ഒക്കെ ഈ എന്റെ ഹസ്ബൻഡും വേറെ 5-6 ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ആ ഫ്രണ്ട്സ് എല്ലാം ഇരുന്ന് ചീട്ട് കളിക്കുകയും കള്ളു കുടിക്കുകയും കൂടെ ആയിരുന്നു. അവര് കുടിച്ചോണ്ടിരിക്കുമ്പോ ഇങ്ങനെ 2ാം നിലയുടെ മുകളിലാ ബസ് സ്റ്റാൻഡിൽ വന്ന് വണ്ടി ഇറങ്ങി ഈ പാസ്റ്റർമാര് വരുന്നത്. അവിടുന്ന് വന്ന ആ ബ്രദർ കണ്ട്, റോബിൻ എന്നാണ് ആ ബ്രദറിന്റെ പേര്, റോബിൻ എന്നാ. ആ റോബിൻ ബ്രദർ കണ്ടിട്ട് ആ റോബിൻ ബ്രദർ പറഞ്ഞു, ചേട്ടൻ ഒരു കാര്യം ചെയ്യണം, ചേട്ടൻ ഈ നടന്ന് താഴോട്ട് ഇറങ്ങി 1ാം നില താഴെ വന്ന് ബേസ്മെന്റിന്റെ അവിടെ നിൽക്കണം. അവര് എന്നെ ലക്ഷ്യം വെച്ചാണ് ഇത് പാസ്റ്റർമാര്. അന്ന് എന്റെ ഹസ്ബൻഡിന് പാസ്റ്റർമാരെന്ന് അറിയത്തില്ല എന്നതാണ്. കാരണം സ്കൂളിൽ വെച്ച
വെച്ചുള്ള ഒരു അറിവുണ്ട്. അദ്ദേഹത്തിന് സ്കൂളിലോട്ട് പോയപ്പം രാജസ്ഥാനിൽ വെച്ച് അദ്ദേഹത്തെ അദ്ദേഹം രക്ഷിക്കപ്പെട്ടൊന്നുമില്ല. ആൾക്കാർ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് ജീവൻ കിട്ടിയ ആ ഒരു തോട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടപ്പുണ്ട്. അങ്ങനെ ഈ പാസ്റ്റർമാർ വന്നപ്പം വരാനും ഇവരുടെ വീടിലെ വാതിക്ക. എന്നിട്ട് എന്റെ ഹസ്ബൻഡ് ഒന്നും അറിയാത്ത മട്ടി അവിടെ നിന്നപ്പം ഈ പാസ്റ്റർമാർ ചോദിച്ചു, റോബിൻ എന്ന് പറഞ്ഞ ഒരു സഹോദരൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മലയാളത്തിൽ, അവരും മലയാളികളായ പാസ്റ്റർമാര്. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞ്, ഇല്ല അങ്ങനെ ഒരു ബ്രദർ ഇവിടെ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. സാരമില്ല, വന്നില്ലെങ്കിൽ വേണ്ട, ബ്രദറിന്റെ വീട്ടിലോട്ടാണ് ഞങ്ങൾ വരുന്നത്. ബ്രദറിന്റെ വീട് എവിടെയാന്ന് ചോദിച്ചുകൊണ്ട് ഈ പാസ്റ്റർമാരെയും കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു. ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു ഓർമ്മയുണ്ട്. ഞാൻ പഠിച്ചോണ്ടിരുന്ന സമയത്ത് എനിക്കൊരു ബൈബിള്, അന്ന് അവിടുത്തെ അച്ഛൻ എനിക്കൊരു ബൈബിളും തന്നിട്ടുണ്ട്, ഒരു കൊന്തയും തന്നു. ഈ ഓർത്തഡോക്സിലെ അച്ഛനാണ്. നല്ലൊരു ബൈബിളും എനിക്ക് തന്നു, ഒരു കൊന്ത തന്നായിരുന്നു. കൊന്ത തന്നത് ഒരു കത്തോലിക്ക സിസ്റ്ററാണ് തന്നത്, കത്തോലിക്ക ഒരു കന്യാസ്ത്രീ എനിക്ക് തന്നത്. അപ്പൊ അത് ഇദ്ദേഹത്തിന് അറിയാം. അത് ഞാനിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ വേദപുസ്തകവും ആ കൊന്ത എന്റെ കയ്യിലുണ്ട്. പക്ഷെ എനിക്ക് അത് വായിക്കാനോ അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള അറിവോ ഒന്നും ഇരിക്കില്ല. ഈ പാസ്റ്റർമാർ രണ്ടുപേരും വരുമ്പോ ഞാൻ എന്ത് ചെയ്ത്, എന്റെ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഏറ്റവും ഇളയ കൊച്ചിനെ മടിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് മറ്റേ കൊച്ചിനെ അടുത്തിരുത്തിക്കൊണ്ട് ഞാൻ നാമം ജപിക്കുന്ന ആ അവസരത്തിൽ സന്ധ്യാസമയത്ത് ഞങ്ങളുടെ വിളക്ക് വെച്ച സമയത്താണ് ഈ പാസ്റ്റർമാരെയും കൊണ്ട് എന്റെ ഹസ്ബൻഡ് കയറി വരുന്നത്. അപ്പൊ ഈ പാസ്റ്റർമാർ കുറെ നേരം ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് നോക്കി നിന്നിട്ട് അതെല്ലാം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഈ പാസ്റ്റർമാർക്ക് വേഗം ഒരു കടുങ്കാപ്പി ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് സന്ധ്യയ്ക്ക് കടുങ്കാപ്പി ഇടാനായിട്ട് ഈ പാസ്റ്റർമാർ പറഞ്ഞു, വേണ്ട ഞങ്ങൾക്ക് കടുങ്കാപ്പി ഒന്നും വേണ്ട, നിങ്ങൾ ഇവിടെ ഇരിക്കെന്നും പറഞ്ഞ് കസേര ഇരുത്തി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, സിസ്റ്റർ ഇപ്പൊ ഈ പ്രാർത്ഥന, നിങ്ങളുടെ ഈ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു മാറ്റവും ഇല്ല. ഇദ്ദേഹം അമ്പലത്തിൽ നിന്ന് മാറത്തില്ല, വീട്ടിൽ ചെലവിനൊന്നും കൊണ്ടുവരുമില്ല, അമ്പലത്തിൽ നിന്ന് മാറിയിട്ട് വേണ്ടേ, ജോലി ചെയ്യാൻ പോയിട്ട് വേണ്ടേ, അമ്പലത്തിൽ പോയി ഇരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ പണിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പാസ്റ്റർമാരോട് പറഞ്ഞു. ആ പാസ്റ്റർമാർ പറഞ്ഞു, ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ എടുത്ത വായിക്ക് പറഞ്ഞു, എന്റെ പാസ്റ്റർമാരെന്നൊന്നും ഞാൻ വിളിച്ചില്ല, ചേട്ടന്മാരെന്നാ വിളിച്ചത്, എനിക്ക് പാസ്റ്റർന്ന് അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്റെ ചേട്ടന്മാരെ, നിങ്ങൾ പറയുന്ന എന്ത് വേണമെങ്കിലും ഞാൻ അനുസരിക്കാം, ഇദ്ദേഹത്തെ ഒന്ന് നന്നാക്കി തന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ്, ഇദ്ദേഹം നന്നാക്കാൻ പറഞ്ഞാൽ ഇദ്ദേഹത്തെ ലോകത്തിലുള്ള എല്ലാവർക്കും വലിയ കാര്യമാണ്. അങ്ങനെ ഒരു സ്വഭാവമാണ് എൻ്റെ ഹസ്ബൻഡിന്റെ സ്വഭാവം, എല്ലാവർക്കും ഇഷ്ടമാണ്. എന്ത് കുരുത്തക്കേട് കാണിച്ചെന്ന് പറഞ്ഞാലും ആൾക്കാർക്ക് ഇദ്ദേഹത്തെ വലിയ കാര്യമാണ്. പക്ഷെ ആ സമയത്ത് ഞാൻ പറഞ്ഞ് ഈ പാസ്റ്റർമാരോട് പറഞ്ഞ്, എനിക്കൊന്ന് ഇദ്ദേഹത്തെ നന്നാക്കി കിട്ടിയാൽ മതി. അന്നേരം ആ പാസ്റ്റർമാർ എന്നോട് പറഞ്ഞു, എന്നാ ഈ 10-40 വിഗ്രഹങ്ങൾ നിങ്ങളുടെ ഈ റൂമിന്റെ ഒരു റൂം മുഴുവൻ വിഗ്രഹം. അപ്പൊ പറഞ്ഞു, ഈ വിഗ്രഹങ്ങൾ എടുക്കാവോ, ഈ വിളക്കെടുക്കാവോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ആ വിഗ്രഹങ്ങൾ മുഴുവൻ ഒരു ചാക്കിനകത്ത് ആ പാസ്റ്റർമാർ തന്നെ അത് എടുത്തിട്ട് ചാക്ക് കെട്ടി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആ വിഗ്രഹങ്ങൾ കൊണ്ട് കുത്തപ്പിനാറിന്റെ പുറകിലുള്ള കാട്ടിക്കൊണ്ടിട്ട്, അങ്ങനെ എന്നിട്ട് ഞാൻ ഈ വിഗ്രഹങ്ങൾ കെട്ടിവെച്ചതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞു, നിങ്ങൾ ഭാര്യയും ഭർത്താവും. ഞങ്ങൾ മുട്ടുകുത്തി നിന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും തലേ കൈ വെച്ച് ആ പാസ്റ്റർമാർ പ്രാർത്ഥിച്ച്, എന്നിട്ട് പറഞ്ഞ് അടുത്ത ആഴ്ച മുതൽ ഞങ്ങളുടെ ചർച്ച വരണമെന്ന് പറഞ്ഞു. ചർച്ച ഇതാണ്, അവര് ഫെയ്ത്ത് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ ചർച്ചയിൽ നിന്നാണ് അവർ വന്നിട്ടുള്ളത്. ഈ ഫെയ്ത്ത് ഫെലോഷിപ്പ് ചർച്ച് ഗ്രീൻ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അന്ന് പാസ്റ്റർ ഷമുലുക്കുട്ടി എന്നുള്ള പാസ്റ്ററായിരുന്നു, ഷമുലുട്ടി പാസ്റ്റർ. അദ്ദേഹത്തിന്റെ അനിയനാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നത്. ഒരു ജോസ് പാസ്റ്ററും അദ്ദേഹത്തിന്റെ ഈ ഷമുലുട്ടി പാസ്റ്ററിന്റെ അനിയൻ ഒരു അച്ചായനും കൂടിയാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നത്. ഈ ഷമുലുട്ടി പാസ്റ്ററിന്റെ അനിയൻ പാസ്റ്റർ അല്ല, ഒരു ഇവാഞ്ചലിസ്റ്റ്. ആ അച്ചാൻ അവിടുത്തെ ഒരു അസിസ്റ്റന്റാ. അപ്പം ഈ ജോസ് എന്ന് പറഞ്ഞ പാസ്റ്റർ അത്. അപ്പൊ ആ പാസ്റ്റർ, ആ ചർച്ചിന്റെ പാസ്റ്റർ, ഞങ്ങളുടെ ഈ ഇറ്റോറി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് എന്നെയും കൊച്ചുങ്ങളെയും കൊണ്ട് ഞായറാഴ്ച ഞങ്ങൾ വണ്ടി കയറി അവിടെ ഈ ഗ്രീൻ പാർക്കിൽ പോയി സഹോദയ സ്കൂൾ എന്നും പറഞ്ഞു അവിടെ ഒരു ഉണ്ട്, സഹോദയ സ്കൂൾ എന്നും പറഞ്ഞൊരു സ്കൂളുണ്ട്. ആ സ്കൂളിലാണ് ഇവരുടെ ആരാധന. അപ്പൊ ഞങ്ങൾ അവിടെ പോയി ആ സ്കൂളിൽ പോയി ആരാധനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ വരും. അങ്ങനെ തിരിച്ച് വീട്ടിലൊക്കെ വന്ന് ഇദ്ദേഹം 95 ഇദ്ദേഹം പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നു. അന്ന് അവിടുത്തെ പാസ്റ്റർ, ഈ ജോസ് പാസ്റ്റർ എന്ന് പറഞ്ഞ പാസ്റ്റർ ട്രാൻസ്ഫർ ആയി അദ്ദേഹം മാറി. അന്ന് പിന്നെ ജോർജ് ചാൻ എന്ന് പറഞ്ഞ മയൂർ വിഹാറിലുള്ള ഒരു ജോർജ് ചാൻ എന്ന് പറഞ്ഞ ജോർജ് എന്ന് പറഞ്ഞ ആ പാസ്റ്റർ ആയിരുന്നു അന്ന് അവിടുത്തെ പാസ്റ്റർ. അപ്പൊ ആ ജോർജ്
പാസ്റ്ററും പിന്നെ ഈ ശമുലുട്ടി പാസ്റ്ററിന്റെ അനിയൻ ഇവാഞ്ചലിസ്റ്റ് രാജൻ ചായനും അവരെല്ലാം കൂടിയാണ് എൻ്റെ ഭർത്താവിനെ ജമുനാ നദിയിലാണ് കൊണ്ട് സ്നാനപ്പെടുത്തിയത്. ജമുനാ നദി, അങ്ങനെ ജമുനാ നദിയിൽ സ്നാനപ്പെട്ട് അദ്ദേഹം അങ്ങനെ നല്ല ഇതിൽ കഴിയുവാണ്. കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഇദ്ദേഹം അദ്ദേഹം ഇച്ചിരി ഉഴപ്പും കാര്യങ്ങളും ഒക്കെ ആയി, സ്നാനപ്പെട്ടാലും ഓരോ ഉഴപ്പും കാര്യങ്ങളുമായിരുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ ദൈവ പ്രവൃത്തി, അദ്ദേഹത്തിന് ദൈവത്തോടുള്ള ഒരു ആഗ്രഹം, കർത്താവിനോടുള്ള ആഗ്രഹമായി. അങ്ങനെ ഞങ്ങളുടെ ഗിറ്റോർണിയിൽ ഒരു പാസ്റ്റർ വന്ന്, അത് ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൽ നിന്ന് PG അങ്കിള് പ്രാർത്ഥിച്ച് ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട പാസ്റ്ററാണ്. ആ പാസ്റ്റർ ഞങ്ങളുടെ സ്ഥലത്ത്, ഞങ്ങൾ താമസിക്കുന്നതിന് അടുത്ത് വന്നപ്പം അദ്ദേഹം ബെയ്ത്ത് ഫെലോഷിപ്പിൽ നിന്ന് പിന്നെ ഞങ്ങൾ ഗിറ്റോർണി ചർച്ചിലോട്ട് പോകാനാണ്. അപ്പൊ അവിടെ വിശ്വാസികളില്ല. അവിടെ ആദ്യത്തെ വിശ്വാസി ഞാനാണ്. ഞാൻ സ്നാനപ്പെട്ട് ആ ചർച്ചിൽ ചേർന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ ആ പാസ്റ്ററും ഞങ്ങളും ഭയങ്കര ഇതിലായിട്ട്, പാസ്റ്ററിന് ഞങ്ങളുടെ സാക്ഷ്യം എല്ലാം അറിയാം, പാസ്റ്റർ ജോർജ് രാജൻ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇദ്ദേഹം ICIC ബാങ്കിൽ ഇദ്ദേഹത്തിന് ജോലി കിട്ടി. ആ ജോലി കിട്ടിയ സമയത്ത് ICICയിൽ ഒരു പ്രോബ്ലം ഉണ്ടായപ്പം 3000 പേരെ എക്കണോമിക്സ് പ്രോബ്ലം കാരണം പിരിച്ചുവിട്ട്. ആ സമയത്ത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളോ. കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോൾ അവർക്ക് ഫീസ് കൊടുക്കാനും ഒന്നുമില്ലാതെ ഭാരപ്പെടുക. ആ സമയത്ത് തന്നെ ഞാൻ ഈ കിൻഡർ ഗാർഡൻ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ ആണ്ടാണ് പോകുന്നത്. രാവിലെ വണ്ടിയെ പോയി ഒരു കൊച്ചിന് ഫീസ് പകുതി മേടിക്കും, ബാക്കി മറ്റേ കൊച്ചിന് ഫീസ് കൊടുക്കണ്ട. അങ്ങനെ 5ാം ക്ലാസ് വരെ എൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ കിൻഡർ ഗാർഡനിൽ പഠിപ്പിച്ച ആ സ്കൂളിലാണ് ഈ കുഞ്ഞുങ്ങൾ. ആ സ്കൂളിൽ 8ാം ക്ലാസ് വരെയുള്ള സ്കൂളാണ്. അവിടെ പഠിച്ച് വളർന്ന് കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ ഉച്ചയ്ക്ക് വണ്ടിയെ വരും. അങ്ങനെയാണ്. ആ വണ്ടിയെ വരുന്ന സമയത്ത് ഞങ്ങൾ വിശ്വാസി വന്നത് കാരണം നാട്ടുകാരെല്ലാം ഇളകി, ഹിന്ദിക്കാരെല്ലാം ഇളകി. ഇവരെന്തുകൊണ്ട് പൂജ ചെയ്യുന്നില്ല? വിശ്വാസി വന്ന് എൻ്റെ ഹസ്ബൻഡിനെ കുറെ ചെറുപ്പക്കാരും എല്ലാരും കൂടെ കയറി വന്നേച്ച് എൻ്റെ ഹസ്ബൻഡിന്റെ ഷർട്ട് അങ്ങോട്ട് വലിച്ചു കീറിയിട്ട് പറഞ്ഞ് അദ്ദേഹത്തിന് നെറ്റിയെ ഓം നമശിവായ എന്നുള്ള ഒരു സ്റ്റിക്കർ ഒട്ടിച്ച്, അത് കഴിഞ്ഞ് ഷർട്ടിന്റെ പുറത്ത് ഓം നമശിവായ എന്ന് എഴുതി. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞ്, നിങ്ങൾ ഇനി ചർച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൈയും കാലും തല്ലി ഒടിച്ച് ഞങ്ങൾ ഈ നടു റോട്ടി ഇടുമെന്ന് ഹിന്ദിക്കാരൻ പറഞ്ഞു. അതിൽ ഒരു മനുഷ്യൻ ഭയങ്കര പറഞ്ഞു, നിന്റെ കൈ വെട്ടുമെന്ന് പറഞ്ഞു. ആ കൈ വെട്ടുമെന്ന് പറഞ്ഞ് അയാള് പിറ്റേ വർഷം അയാളുടെ കൈ അയാളെ വെട്ടിക്കൊന്ന് അവിടെ ഗിറ്റോർണിൽ ഒരു കാട്ടിലിട്ടു ദൈവം. അതുപോലെ തന്നെ ഞങ്ങളെ അടിക്കുമെന്നൊക്കെ പറഞ്ഞവരെ ദൈവം തന്നെ അറ്റാക്ക് മുഖാന്തരം ഒക്കെ മരിക്കുക അങ്ങനെയൊക്കെ ചെയ്തു. അപ്പൊ ഈ നാട്ടുകാർ പിന്നെ പേടിച്ച്, നാട്ടുകാർക്ക് പേടിയായി. പിന്നെ ഞങ്ങൾ താമസിക്കുന്ന മക്കാൻ മാലിക്കിന് മക്കാൻ മാലിക്കിന് ഒരു വിശ്വാസമായി. ഞങ്ങൾ അവിടെ പ്രാർത്ഥന ആരംഭിച്ചു. പ്രാർത്ഥന തുടങ്ങിയപ്പോൾ തൊട്ട് അവരുടെ ചായക്കടയ്ക്കും അവർക്ക് ഉയർച്ചയായി. പിന്നെ ഓരോ കാര്യത്തിനും അവർ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയും. എൻ്റെ ഹസ്ബൻഡും ഞാനും പ്രാർത്ഥിക്കും. അങ്ങനെ ഞങ്ങളുടെ പാസ്റ്ററും ഞാനുമായിട്ട്, പാസ്റ്ററും കുടുംബവും ഞങ്ങളും കുടുംബവുമായിട്ട് ആ നാട് മുഴുവൻ, ആ ഗാവ് മുഴുവൻ ഞങ്ങൾ സുവിശേഷം പറയാൻ പോയി. അവസാനം എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജോലി ഇടയ്ക്ക് ഈ ICIC ബാങ്കിൽ ജോലി പോയപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു കൊറിയയിൽ നിന്ന് ഒരു മിഷണറി ഒരു മാഡം വന്നു. ആ മാഡത്തിന്റെ സ്കൂളിൽ ഞാൻ ചേർന്ന് എന്നെ ഒരു പാസ്റ്ററാണ് അവിടെ കൊണ്ടയാക്കിയത്. അങ്ങനെ ആ പാസ്റ്റർ ഒരു കിൻഡർ ഗാർഡൻ സ്കൂളിലോട്ടാണ് ഈ കൊറിയൻ മാഡം കിൻഡർ ഗാർഡൻ സ്കൂൾ തുടങ്ങി. ഈ PG അങ്കിളിന്റെ ഓഫീസിന്റെ അടുത്തായിട്ട് വരും അത്. അപ്പം അങ്ങനെ അവിടെ ആ കിൻഡർ ഗാർഡൻ സ്കൂൾ തുടങ്ങിയപ്പോൾ PG അങ്കിളിന്റെ ഓഫീസിലുള്ള ആ അഡ്മിനിസ്ട്രേറ്ററിന്റെ ചെറിയ മകളെയും കൊണ്ട് അവിടെ ഈ കിൻഡർ ഗാർഡനിൽ ചേർക്കാൻ വന്നപ്പം ഞാനുമായിട്ട് പരിചയപ്പെട്ടു. അപ്പം ചോദിച്ചു എവിടുന്നാന്നൊക്കെ, മലയാളിയല്ലേ, എന്നോട് വർത്താനം പറഞ്ഞു. അതുപോലെ തന്നെ അവിടുത്തെ മാനേജർ വന്ന് അയാളുടെ കൊച്ചിനെ ചേർക്കാൻ. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. ഇപ്പൊ ഹസ്ബൻഡ് എന്നെ അടുക്കും. ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിന് ഇപ്പൊ ജോലിയില്ല എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ഹസ്ബൻഡിന്റെ ബയോഡാറ്റ തരാൻ പറഞ്ഞു. അങ്ങനെ ബയോഡാറ്റ കൊടുത്ത് PG അങ്കിളിന്റെ ഓഫീസിൽ കയറി. എൻ്റെ ഹസ്ബൻഡിനെ PG അങ്കിളും ഫാമിലിയാണ് വാർത്തെടുത്തെന്ന് പറഞ്ഞാൽ അവരാണ്. എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ബഹുമാനം അങ്കിളിനെ. അതുപോലെ അങ്കിളിന്റെ ആ ലളിതമായ ജീവിതം, അങ്കിള് ഒത്തിരിയും നല്ലപോലെ എൻ്റെ ഹസ്ബൻഡിനെ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ നേരം ഈ ഗിറ്റോർണി എന്ന് പറയുന്ന സ്ഥലത്ത്, എനിക്ക് സങ്കടം വരുക പറയുമ്പോൾ, ഗിറ്റോർണി എന്ന് പറയുന്ന സ്ഥലത്ത് 2 ചെറിയ മുറിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതിനകത്ത് വെട്ടം പോലും വെളിച്ചം കയറത്തില്ല, അതുപോലത്തെ മുറിയാ. ആവിക്കാലം വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പാടാ. എന്നാൽ കേരളത്തിൽ നിന്ന് ഓരോ പാസ്റ്റർമാർ വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യും, ഈ പാസ്റ്റർമാരെ
എല്ലാം ഞങ്ങൾക്ക് പെട്രോൾ ഒഴിക്കാനായിട്ട് പെട്രോളിന് പൈസ ഇല്ല എങ്കിലും ഞാൻ ഈ ട്യൂഷനൊക്കെ പഠിപ്പിച്ചു വരുന്ന പൈസ 100 രൂപ എന്നോട് മേടിച്ചിട്ട് പറയും ഈ പാസ്റ്റർമാർക്ക് കൊണ്ട് വേറെ ചർച്ചുകളിൽ നമുക്ക് കൊണ്ടാക്കണം, അവർക്ക് ഇത് കൊടുക്കണമെന്ന് പറയും. മെസ്സേജ് പറയാനായിട്ട് അവർക്ക് മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് എൻ്റെ ഹസ്ബൻഡ് കൊടുക്കും. അപ്പം ഞങ്ങളുടെ പാസ്റ്റർ പറയും ഒരു കഴുതയെ പോലെയായി ഈ സുധീർ ഈ പാസ്റ്റർമാർ നടക്കുന്നു പറയും. ഇത് ഡൽഹിയിലുള്ള മിക്ക ചർച്ചുകളിലും പോയി. അങ്ങനെ ഗിദിയോൻസിൽ എന്റെ ഹസ്ബൻഡിനെ ഗിദിയോൻസിൽ ചേർന്നു. ഞങ്ങള് ഗിദിയോൻസിൽ എന്ന് പറഞ്ഞാൽ പല ഭാഷകളിൽ അച്ചടിക്കുന്ന പുസ്തകങ്ങൾ ബൈബിളാ. അങ്ങനെ ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ ദൈവവേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ അന്നേരം ഇന്ത്യൻ ഇവാഞ്ചലിക്ക് ജോലിയും ഉണ്ട്. ഞങ്ങള് അങ്കിളിനോട് പറഞ്ഞ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ ഗിദിയോൻസിൽ. അങ്കിള് പറഞ്ഞ് എത്ര ദൈവവേല ചെയ്യുമോ അത്രയും ചെയ്തോണം, സുധീർ ഫാമിലി ചെയ്തോണം എന്ന് പറയാം. അപ്പൊ ഞങ്ങള് ഈ സത്തർജിങ്ങും എയിംസിലും ഒക്കെ പോയി ഞങ്ങള് ബൈബിള് വിതരണം ചെയ്യും. അവിടെ ഗേറ്റിന്റെ അവിടെ പോയി നിന്ന് ബൈബിള് എന്റെ കുഞ്ഞു പിള്ളേർ വരെയും ബൈബിള് കൊടുത്ത് എന്റെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി ഞങ്ങള്. എന്നിട്ട് കുഞ്ഞുങ്ങൾ വരെ ഓരോ ആൾക്കാർക്ക് ബൈബിള് കൊടുത്ത് ഓരോ രോഗികളുടെ എന്റെ ഹസ്ബൻഡ് തോളയിലാണ് ഈ ഇത് ബൈബിളിന്റെ കാർഡ്ബോർഡ്, ഒരു കാർഡ്ബോർഡ് ബൈബിള് 90, 100 ഉള്ള ആ ബൈബിള് തോളെ വെച്ചോണ്ട് സ്റ്റെപ്പ് കയറി 2ാം നില 3ാം നില ഓരോ രോഗികളുടെയും ബെഡെ കൊടുത്തിട്ട് ഓരോ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ തിരിച്ചു വന്ന് ഞങ്ങൾ അവിടെ ഗിദിയോൻസിന്റെ മെമ്പേഴ്സ് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങളെല്ലാവരും അതാത് വീടുകളിൽ പോകും. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഡിവോഷന്റെ സെക്ഷനാണ്. പിന്നെ ആദ്യമേ വർക്കേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്ഷനായി, അത് കഴിഞ്ഞ് ഡിവോഷന്റെ സെക്ഷനായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മോള് നേഴ്സിങ്ങിന് പഠിക്കാനായിട്ട് ചേർന്ന സമയത്ത് എനിക്ക് 5 പൈസ പോലും ഇല്ല. എൻ്റെ ഹസ്ബൻഡിന് ഈ വിശ്വാസം നല്ല മുറുകെ പിടിച്ച് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു യേശു ഇതിനു വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ കൈ കോർത്ത് പ്രാർത്ഥിച്ച് അപ്പൊ കൊറിയൻ മിഷണറി ആയിട്ട് വന്ന ഈ മാഡം ഞങ്ങൾക്ക് കൊണ്ട് ഈ കൊച്ചിനെ ചേർക്കാൻ വേണ്ടി, നേഴ്സിങ്ങിന് ചേർക്കാൻ വേണ്ടി ഞങ്ങളുടെ കൈ കൊണ്ട് അവിടെ ചേർക്കാൻ വേണ്ടിയുള്ള പൈസ തന്നു. കുറച്ച് ഇതുള്ള എൻ്റെ കൊച്ചുങ്ങൾ 2 പേരും 5ാം ക്ലാസ് കഴിഞ്ഞ് സർക്കാർ സ്കൂളിലാണ് എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ച. എല്ലാ കുഞ്ഞുങ്ങളും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ ഞങ്ങൾ സർക്കാർ സ്കൂളിൽ കൊണ്ട് ചേർക്കും. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങളെ മിടുക്കരായിരുന്നു പഠിക്കാൻ. മൂത്ത മോള് അവള് BSc അവൾക്ക് നല്ല ഇതായിട്ട് ഗവൺമെന്റ് അവൾക്ക് പഠിക്കാൻ കിട്ടി. അങ്ങനെ ഗവൺമെന്റ് പഠിക്കാനായിട്ട് ചെറിയൊരു തുക അവിടെ അഡ്മിഷന് കൊടുക്കണം. ആ തുക പോലും ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷെ ദൈവം, ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ആ മിഷണറി ആയ ആ മാടം കൊണ്ട് ഞങ്ങൾക്ക് ഒരു തുക 12,000 രൂപ കൊണ്ട് തന്ന് എൻ്റെ കൊച്ചിന് അതുകൊണ്ട് കൊടുത്ത് ഞങ്ങൾ ചേർത്ത്. അങ്ങനെ ചേർത്ത് അത് ഒരു ആന്റി അവിടെ ഉണ്ടായിരുന്നു. ആ ആന്റി പെന്തിക്കോസുകാരിയായിരുന്നു. ആ ആന്റിയാണ് ഫോം മേടിച്ചു തന്നത് ഞങ്ങൾക്ക്. അങ്ങനെ ആ ഫോമിൽ എൻ്റെ കൊച്ചിന് അഡ്മിഷൻ കിട്ടി. പിന്നെ എല്ലാ മാസവും കോസ്റ്റലി ആഹാരത്തിന്റെ ചെലവിന് കൊടുക്കണം. അത് 2,000 രൂപ അവിടെ കൊടുത്തില്ലെങ്കിൽ അവര് ഫൈൻ അടിക്കും. 50 രൂപ ഫൈനാ. അപ്പൊ ഈ 1-ാം തീയതി അത് കൊടുക്കേണ്ടത്. 1-ാം തീയതി ആകുമ്പോൾ ഞങ്ങൾക്ക് പൈസ കിട്ടത്തില്ല. അന്നേരം ഞങ്ങൾ മറിച്ചും തിരിച്ചും ഒക്കെ കൊടുത്ത് കൊച്ചു പഠിച്ചവിടുന്ന്. ഇളയ കൊച്ചിനെ BA/B.Ed ആണ് ഇളയ മോള്. അപ്പൊ ഈ 2 പിള്ളേരും പഠിച്ചോണ്ടിരുന്നപ്പോ എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും ഞങ്ങൾക്ക് ഒരു സഹായവും ചെയ്തിട്ടില്ല. അവര് ഞങ്ങൾക്ക് എതിരാ. അപ്പൊ എൻ്റെ ഹസ്ബൻഡിന്റെ ചേട്ടൻ അദ്ദേഹം ബാങ്കിലെ മാനേജരാ. അത് പിന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കായി. നെടുങ്ങാടി ബാങ്ക് പഞ്ചാബ് നാഷണൽ ഒരു ബാങ്കായി. അപ്പൊ അദ്ദേഹം അവിടുത്തെ മാനേജരായിട്ട് അദ്ദേഹം ഹൈദരാബാദിലാണ്. എൻ്റെ ഭർത്താവിന്റെ മൂത്ത ചേട്ടൻ പറഞ്ഞു നിങ്ങൾ തിരിച്ചു വരാമെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി കിട്ടും, തിരിച്ച് കിന്ദുവിലേക്ക് വരാൻ പറഞ്ഞു. ഒത്തിരി ഫോഴ്സ് ചെയ്തു ഞങ്ങളെ. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ കെട്ടിച്ചാലും കൊള്ളാം കെട്ടിച്ചില്ലേലും കൊള്ളാം, ഞാൻ ഇനി തിരിച്ചു വരുന്നത് ഒരു പ്രശ്നമേ ഇല്ല, ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ഈ കർത്താവിനെ, നിങ്ങൾ ഞങ്ങളുടെ ആ ദുഃഖകാലത്ത് ഞങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല. ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കെട്ടിക്കുകയാണെന്നും പറഞ്ഞാണോ പറയുന്നത്, ഞങ്ങൾ തിരിച്ചു വരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു വരാതെ എൻ്റെ കുഞ്ഞുങ്ങളെ കെട്ടിച്ചാലും കെട്ടിച്ചില്ലേലും. പക്ഷെ ദൈവത്തിന്റെ കൃപ ഞങ്ങളെ ഒരു വെല്ലുവിളിയായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെറുപ്രായത്തിലെ 2 കുഞ്ഞുങ്ങളെയും കെട്ടിക്കും. ഒരേ വർഷം 6 മാസം, ഒരു വർഷത്തിനകം 2 പിള്ളേരുടെ കല്യാണം. 6 മാസം കഴിഞ്ഞ് 2 പിള്ളേരും. ഇളയ മോള് B.Ed പാസ്സായി, അവിടെ കല്യാണം. മൂത്ത കൊച്ച് BSc പഠിത്തം കഴിഞ്ഞിട്ട് അവിടെ കല്യാണം കഴിഞ്ഞാണ് BSc പാസ്സായതുകൊണ്ട്. അങ്ങനെ 2 പേരെയും ചെറുപ്പത്തിൽ കെട്ടിക്കുവാനായിട്ട് ഞങ്ങൾക്ക് 2 നല്ല ബന്ധക്കാർ. ഇളയ മോടെ ഭർത്താവ് പാസ്റ്ററാണ്. പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരനായ ഒരു പാസ്റ്റർ, 35 വയസ്സേ ഉള്ളു ഇപ്പൊ. അദ്ദേഹം അയർക്കുന്നോ എന്ന് പറയുന്ന സ്ഥലത്ത്, കോട്ടയത്ത് അയർക്കുന്നോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇൻഡിപെൻഡന്റ് വേലയാണ് ചെയ്യുന്നത്. നേരത്തെ
നമ്മുടെ BA തമ്പിച്ചായന്റെ ചർച്ചിലായിരുന്നു. ആ BA തമ്പിച്ചായനൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ മോൻ ഇങ്ങ് മോൻ മാറിയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ചർച്ച. അധികം വിശ്വാസികളില്ല, എല്ലാം പാവപ്പെട്ടവരാ, 10-12 വിശ്വാസികളെ ഉള്ളു. പക്ഷെ എൻ്റെ മോളും മോനും എന്നും ഫാസ്റ്റിങ്ങും പ്രയറുമാണ്. അവര് നല്ല ഒരു ഫെയ്ത്ത്ഫുൾ ദൈവവേലക്കാരാ. എൻ്റെ മോളെ ഇങ്ങനെ ആക്കി ദൈവം തന്നത് ഭയങ്കര അതിശയം. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എൻ്റെ ഇളയ മോള് ഇതുപോലെ ഭയങ്കര ഫാഷൻകാരിയായിരുന്നു. ക്യൂടെക്സും അവള് ഭയങ്കര ഫാഷൻ, ജീൻസ് അല്ലാതെ വേറെ ഇടത്തില്ലായിരുന്നു, അങ്ങനത്തെ കൊച്ചായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ വെള്ള ഡ്രസ്സും ഒക്കെ ഇടും. അതുപോലെ തന്നെ ഭയങ്കര ഫെയ്ത്ത്ഫുൾ മോളായി. എല്ലാ ബൈബിൾ അരച്ചു കലക്കി എല്ലാ കാര്യം. പിന്നെ ചെറുപ്പത്തിലെ എൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും അമ്പലത്തെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. അവര് വളർന്നു വന്നപ്പോഴേ തന്നെ ഗിറ്റോർണിയിലെ ഞങ്ങളുടെ പാസ്റ്റർ അവരെ മുഴുവൻ വചനങ്ങൾ പഠിച്ച് തറമാക്കി. അതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ മോള്, ഇവർക്ക് മലയാളം വായിക്കാൻ അറിയത്തില്ല 2 കുഞ്ഞുങ്ങൾക്കും, അവർക്ക് ഹിന്ദിയെ വായിക്കാൻ അറിയുള്ളൂ. പെട്ടെന്ന് തന്നെ അവർ ഹിന്ദി ഒരു വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റിനകം അവർ ഹിന്ദിയുടെ ബൈബിൾ എടുത്ത് വായിക്കും. അങ്ങനെ ഇതായിരുന്നു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് നല്ലപോലെ ദൈവവേല ചെയ്തുകൊണ്ടിരുന്നതാ. അങ്ങനെ ഇരിക്കുമ്പോൾ 2021 അജ്മീർ എന്ന് പറയുന്ന സ്ഥലത്ത് ഗിദിയോൻസിന്റെ ഒരു ഭയങ്കര മീറ്റിംഗ് ആയിരുന്നു, കൺവെൻഷൻ, അജ്മീരി. അപ്പൊ ആ അജ്മീരി കൺവെൻഷന് എൻ്റെ ഹസ്ബൻഡിന്റെ പേരായിരുന്നു പ്രാർത്ഥനയ്ക്ക് അവരെ നോട്ടീസിൽ കൊടുത്തിരുന്നത്. അപ്പൊ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അജ്മീരിലേക്ക് പോയി എൻ്റെ ഹസ്ബൻഡ്. അജ്മീരിൽ പോയി ആ പ്രാർത്ഥനയും ആ കൺവെൻഷനും കഴിഞ്ഞപ്പോ അവിടുന്ന് പനി പിടിച്ച് വീട്ടിൽ വന്നപ്പോ, ഞങ്ങളുടെ വീട്ടിൽ വരുമ്പം നല്ല പനിയായിട്ടാണ് ഇദ്ദേഹം വരുന്നത്. അപ്പൊ എൻ്റെ മോള് നേഴ്സാ. മോള് ഒരു ക്രോസിനോ ഏതാണ്ട് മരുന്നൊക്കെ കൊടുത്തു, എന്നിട്ടും പനി കുറയുന്നില്ല. അന്നൊരു രാത്രി ഞങ്ങളുടെ ഈ വീട്ടിൽ കിടന്നിട്ട് മോള് പറഞ്ഞു, അയ്യോ ഞാൻ പപ്പായെ നോക്കിയപ്പോ എന്നെ സെച്ചുറേഷൻ അത് കുറവാണല്ലോ, പപ്പ രാവിലെ നമുക്ക് ആശുപത്രി പോവാന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ടാക്സി വിളിച്ച് മോള് തന്നെ 2021 മോള് തന്നെ പപ്പായെ കൊണ്ടുപോയപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പപ്പായെ അഡ്മിറ്റ് ആക്കിയിട്ട് അവര് മരുന്ന് കൊടുത്തിട്ടും ഇത് കുറയുന്നില്ല. അപ്പൊ രാത്രി ആയപ്പം ഒരു 12 മണി ആയപ്പോ, അപ്പൊ പോകുന്ന സമയത്ത് ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ എവിടെ പോയാലും കൈ പിടിച്ച് അദ്ദേഹം എന്റെ കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചേ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ. അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു. ഞങ്ങൾ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൽ ചെല്ലുമ്പോഴും അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇരിക്കും, മറ്റുള്ളവരുടെ എല്ലാ മേശയിലും പോയി അദ്ദേഹം കൈവച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ഇതായിരുന്നു. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു ഇതില് അദ്ദേഹം എന്റെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചേച്ച് പെട്ടെന്ന് എന്റെ തലയെ കൈവച്ചു പ്രാർത്ഥിച്ച് എന്നെ അനുഗ്രഹിച്ചാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പൊ ഞാൻ പെട്ടെന്ന് ചിരിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന് പതിവില്ലാതെ എന്റെ തലയെ കൈവച്ച് അനുഗ്രഹിക്കുവാണെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ചിരിച്ച്. അപ്പൊ എന്റെ മോടെ കൊച്ചിന്റെ തലയിലും കൈവച്ച്. എന്നിട്ട് ടാക്സിയെ കയറി അദ്ദേഹം പോയി മോളുമായിട്ട് അങ്ങ് പോയി. മോടെ ഹോസ്പിറ്റലിലാണ് പോയത്. അവിടെ അഡ്മിറ്റ് ആക്കി ഒറ്റ രാത്രി. ആ രാത്രി 12 മണിക്ക് അദ്ദേഹം വീഡിയോ കോൾ ചെയ്തിട്ട് എന്നെ ടാറ്റ കാണിച്ചു ഇങ്ങനെ. അപ്പം ഓക്സിജൻ, പുള്ളിയുടെ മൂക്കയിൽ ഓക്സിജൻ വെച്ചേക്കുക. കൈയെടുത്ത് എന്നെ ടാറ്റ കാണിച്ചു കഴിഞ്ഞപ്പം എൻ്റെ ഇളയ നാട്ടിലുള്ള മോള് പാസ്റ്റർ കെട്ടിയെന്ന് പറഞ്ഞ ആ മോള് അന്ന് പ്രസവിച്ച് കിടക്കുക. ആ കൊച്ചിനെയും അദ്ദേഹത്തെ വീഡിയോ കോൾ, അത് നേരിട്ട് കണ്ടില്ല, വീഡിയോ കോളിൽ കാണിച്ചു. കുഞ്ഞുണ്ടായ കൊച്ച് അന്ന് 7ാം പൊക്കം. അദ്ദേഹം മരിക്കുന്ന ദിവസം എൻ്റെ ഇളയ മോള് 7ാം പൊക്കം, പ്രസവിച്ച് 7ാം പൊക്കയേ ആയുള്ളൂ. അങ്ങനെ അദ്ദേഹം 6 മണിയായപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിശക്കെന്ന് പറഞ്ഞു മോൾ ഒരു പാർലേജി ബിസ്ക്കറ്റും ചായയും കൊടുത്തു. ആ ബിസ്ക്കറ്റ് മുക്കി തിന്നേച്ച് പിന്നെ ഈ ഓക്സിജൻ ഇങ്ങനെ വെച്ച് 7 മണിയായപ്പോ 6 മണിയായപ്പോ ഇദ്ദേഹം ഈ ബിസ്ക്കറ്റും ചായയും കഴിച്ച് 6:30 ആയപ്പോ അവര് ബ്ലഡ് എടുത്ത്, ആ ഹോസ്പിറ്റൽ നേഴ്സ് വന്ന് ബ്ലഡ് എടുത്ത് പുള്ളിക്കാരൻ അദ്ദേഹം അങ്ങ് കിടന്നുറങ്ങുക. 7 മണിയായപ്പോ മോള് പുലിക്ക് വിളിച്ചപ്പം ഇദ്ദേഹത്തിന് അനക്കമില്ല. അന്നേരം പിന്നെ മോള് കരയാൻ തുടങ്ങി. ആൾക്കാരെല്ലാം വന്ന്, ഡോക്ടർമാർ വന്ന്, ഡോക്ടർ നോക്കിക്കഴിഞ്ഞ പറഞ്ഞു ഡെത്ത് ആയെന്ന് പറഞ്ഞു. ഈ ഇദ്ദേഹത്തിന്റെ രക്തം എടുത്തോണ്ട് പോയത് 2 മണിയായപ്പോ റിസൾട്ട് വന്നു, കോവിഡ് ആയിരുന്നു എന്നും പറഞ്ഞു. അങ്ങനെയാണ് പനിയും ഇദ്ദേഹത്തിന്റെ ദേഹനൊമ്പരവും മാത്രമായിരുന്നു അനുഭവപ്പെട്ടത്. അങ്ങനെ 2021 ഏപ്രിൽ 27-ാം തീയതി അദ്ദേഹം ഈ ലോകത്തുനിന്ന് യാത്ര പറഞ്ഞ് ദൈവസന്നിധിയിലെത്തി. ദൈവവേല ചെയ്തുകൊണ്ടാണ് എന്റെ ഹസ്ബൻഡ് പോയത്. അങ്ങനെ എന്റെ ഹസ്ബൻഡ് പോയപ്പോ ആ സമയത്ത് 72 പേരാണ് ഈ ഡൽഹിയിൽ മരിച്ചത്. ആ സമയത്ത് ഒരു പെട്ടി കിട്ടാൻ വലിയ പാടായിരുന്നു. ഞങ്ങൾ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു പാസ്റ്റർ ഒരു പെട്ടിക്കട, ഇങ്ങനത്തെ ശവപ്പെട്ടിയുടെ കടയെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു പെട്ടി അവിടെ എന്റെ കർത്താവ് തയ്യാറാക്കി വെച്ചു. അങ്ങനെ ഈ മംഗോൾപുരി എന്ന് പറയുന്ന സ്ഥലം, ഇവിടുത്തെ മംഗോൾപുരി എന്ന് പറയുന്ന സിമിട്രിയിലാണ് എൻ്റെ ഹസ്ബൻഡിനെ അടക്കിയത്. അങ്ങനെ 2027
മെയ് 27 ഈ ലോകയാത്ര പറഞ്ഞു. പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. ഞാൻ മോക്ക് നാട്ടിലൊന്നും പോകാറില്ല. മോടെ കൂടെയാണ് ഞാൻ ജീവിക്കുന്ന. മോടെ ഭർത്താവ് അന്നേരം ദുബൈയിലായിരുന്നു. അപ്പൊ ഞാനും മോളും ഈ കൊച്ചുമുള്ളു. അപ്പൊ ഞങ്ങള് പിന്നെ എന്റെ മോള് ഒരു മകന്റെ സ്ഥാനത്ത് നിന്നിട്ട് എല്ലാ കാര്യങ്ങളും പപ്പായുടെ ചെയ്ത്. അങ്ങനെ ഈ കോവിഡ് സമയത്ത് ലോക്ക്ഡൌൺ, ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. 10-12 പേരുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഫ്യൂണറൽ സർവീസിന് 12 പേരേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്യൂണറൽ സർവീസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഓൺലൈൻ മീറ്റിംഗ് വെച്ച് അതിനകത്ത് 500 പേരോളം കൂടി. അപ്പൊ PG-കളും ഒക്കെ ഉണ്ടായിരുന്നു. PG-കളൊക്കെ ഓൺലൈനിലുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു. ഒത്തിരിയും പാസ്റ്റർമാരുണ്ടായിരുന്നു. അങ്ങനെ എന്റെ ഹസ്ബൻഡ് ഈ ലോകയാത്ര പറഞ്ഞു. പിന്നീട് എനിക്ക് ഹൈ ഷുഗർ വരുകയും പിന്നെ ഞാനൊരു ഡിപ്രഷന്റെ ഇതായിപ്പോയി. പെട്ടെന്നുള്ള മരണം അദ്ദേഹത്തിന്റെ എനിക്ക് താങ്ങാൻ മേലാതായി. അങ്ങനെ പെട്ടെന്ന് പിന്നെ അതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്ത് ഒരു 6 മാസം പിടിച്ച് ഞാൻ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ. ഇപ്പം ദൈവത്തിന്റെ കൃപ കൊണ്ട് ഒരു കുഴപ്പമില്ല. ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ കഴിയാവുന്നിടത്തോളം വെളിയിൽ ഇറങ്ങുമ്പോൾ ഒരാളോടെങ്കിലും ഒരു ദിവസം സുവിശേഷം പറയാതെ ഇരിക്കത്തില്ല. അനേകരോട് ഗിറ്റോർണിയിലാണ്ടുന്ന സമയത്ത് ആ സഭയിലെ ആദ്യത്തെ വിശ്വാസി ഞാനായിരുന്നു. ഞാൻ ഒത്തിരി പേരെ ആ സഭയിൽ കൊണ്ടുവന്ന് ആ പാസ്റ്റർ ഇന്നും സഭ ഹിന്ദിക്കാരൊക്കെ ഒത്തിരി പേരുണ്ട്. പക്ഷെ ഞങ്ങളെ ആ ഭയങ്കര അന്ധകാരത്തിന്റെ കൂടായ ഒരു ഗ്രാമമാണ് ഗിറ്റോർണി ഗ്രാമം. ഞങ്ങളുടെ പാസ്റ്ററിനെ അടിക്കാനും അതുപോലെ ഷർട്ട് വലിച്ചു കീറും ഒക്കെ ചെയ്തിട്ടുണ്ട്. പാസ്റ്ററിനെ അടിച്ചിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം ക്ഷമിച്ചും ദൈവം പിന്നെയും അവിടെ ആ സഭയെ നിലനിർത്തിയിട്ടുണ്ട്. അങ്ങനെ ആ സഭയിൽ നിന്ന് ഞങ്ങൾ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ സഭയിലേക്ക് ഞങ്ങൾ വന്ന് ഞങ്ങൾ അവിടെ നല്ല ആരാധനയും പ്രാർത്ഥനയായി. എൻ്റെ മക്കളും അവിടുന്ന് ഡെവലപ്പായി, ഞങ്ങളും ഡെവലപ്പായി. എൻ്റെ മൂത്ത മോള് ഇതുപോലെ ഉത്തം നഗർ എന്ന് പറയുന്നത് നമ്മുടെ ദ്വാരകയുടെ അടുത്താണ്. ഉത്തം നഗറിൽ ഒരു അപ്പാർട്ട്മെന്റ് മേടിച്ച് ഞങ്ങളുടെ ലോണിൽ മേടിച്ചേക്കുവാണ്. ഈ അപ്പാർട്ട്മെന്റ് ലോണിൽ 20 വർഷത്തെ ലോണാണ്. അപ്പൊ മോള് ജോലി ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള പൈസ EMI അടയ്ക്കും. പിന്നെ ബാക്കിയുള്ളതും കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു. ദൈവം ഞങ്ങളെ ഇത്രത്തോളം എൻ്റെ കർത്താവാണ് ഞങ്ങളെ കൈപിടിച്ച് നടത്തിയത്. ഞാൻ ഏത് പ്രയാസം വന്നാലും ഒത്തിരി പേര് പറഞ്ഞ് തിരിച്ചു പോകണമെന്ന്. അപ്പൊ ഹിന്ദിക്കാരെല്ലാം ഞങ്ങൾക്കെതിരായി. ഞങ്ങളെ വിശ്വാസത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകാൻ ഒത്തിരി പേര് ശ്രമിച്ച്. ഈ 2 കുഞ്ഞുങ്ങളുടെയും കല്യാണം നാട്ടിൽ വെച്ച് മനോഹരമായി. മൂത്ത മോന്റെ വീട് പുനലൂരാണ്. ആ മോന്റെ ഏറ്റവും മൂത്ത ചേട്ടൻ IPC-യിൽ അറിയപ്പെടുന്ന ഒരു പാസ്റ്ററാണ്. ആ പാസ്റ്ററിന്റെ അനിയനാണ് എൻ്റെ മരുമകൻ. അപ്പം മംഗല്യ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് മൂത്ത മോടെ കല്യാണം. രണ്ടാമത്തെ മോളുടെ കല്യാണം ചങ്ങനാശ്ശേരിയിലെ കനാന ചർച്ചുണ്ട്, ആ ഒരു സ്വർണ്ണ കൊടിമരം. ആ കനാന ചർച്ചിന്റെ പാരിഷ് ഹാളിലായിരുന്നു രണ്ടാമത്തെ മോടെ കല്യാണം ഈ പാസ്റ്റർ കെട്ടിയ. അങ്ങനെ ഒത്തിരി പേര് പാസ്റ്റർമാര് എല്ലാം വെച്ച് നല്ല ഭംഗിയായി എൻ്റെ മക്കളുടെ കല്യാണം. ഒരു പൈസ ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. കല്യാണം എങ്ങനെയാണ് നടന്നെന്ന് ചോദിച്ചാൽ എനിക്കൊരു സ്വപ്നം പോലെയാണ്. എൻ്റെ 2 പിള്ളേരുടെ കല്യാണം കർത്താവ് എങ്ങനെ നടത്തി തന്നു എന്നുള്ളത്. ഇത്ര മനോഹരമായി എൻ്റെ കർത്താവ് നടത്തി തന്നു. ഞങ്ങളുടെ കൂട്ടരെ എല്ലാം ഞങ്ങൾ വിളിച്ചു. കുറെ പേര് വന്നില്ല. ഞങ്ങൾ ഈ ബെന്തിക്കോസിലായ കാരണം കുറെ പേര് വന്നില്ല. ബാക്കിയുള്ള കൂട്ടരൊക്കെ വന്നേച്ച് അവർ മാറി നിന്ന് ഇത് കണ്ടേച്ചു പോയി. അങ്ങനെ ദൈവം അവരെ കാണിച്ച് ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്നാന്ന് പറഞ്ഞാൽ 2 കൂട്ടരും എൻ്റെ ഹസ്ബൻഡിന്റെ കൂട്ടരും എൻ്റെ കൂട്ടരും ഒന്നും ഞങ്ങളെ ഒരു കാര്യത്തിനും വിളിക്കത്തില്ല. അവരുടെ കല്യാണമോ കാപ്പാടോ ഒന്നിനും വിളിക്കത്തില്ല. പക്ഷെ ദൈവ മക്കള് ഞങ്ങൾക്ക് കൂട്ടുണ്ട്. ഈ ഡൽഹിയിൽ ഞങ്ങൾക്ക് ദൈവ മക്കളാണ് കൂട്ട്. ഞങ്ങളുടെ സ്വന്തക്കാരും ദൈവ മക്കളാണ്. അങ്ങനെ എൻ്റെ വീട്ടിൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്കായിരുന്ന സമയം ഇവിടെ ഉള്ളപ്പോഴും എൻ്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം അനേകം പാസ്റ്റർമാരും അനേകം ഫാമിലിയും ഒക്കെ വന്ന് ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്താനൊക്കെ വന്ന്. അങ്ങനെയാണ് എൻ്റെ സാക്ഷ്യം. ഇതൊക്കെ ഞാൻ ചുരുക്കി പറയുക. ഇതിന്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് വിശ്വാസ ജീവിതത്തിൽ ഒരുപാട് ഞങ്ങൾ ഈ ക്രൂസൈഡ് ക്യാമ്പസ് ക്രൂസൈഡ് എന്ന് പറഞ്ഞ ക്യാമ്പസ് ക്രൂസൈഡിൽ നിന്ന് ഞങ്ങൾ ഫിലിം എടുത്ത് ഓരോ ജുക്കികളിലും എൻ്റെ ഹസ്ബൻഡ് കാണിക്കും. ജുക്കികളിൽ ഈ ഫിലിം കാണിച്ച് ഞങ്ങളുടെ ഭാഷ കൂട്ടും. ഈ ഫിലിം പാവപ്പെട്ടവരെയൊക്കെ ജീസസിന്റെ ഫിലിം എല്ലാം കാണിച്ച് ഗ്രേസ് ബൈബിൾ കോളേജ് ഈവനിങ് കോളേജിലാണ് എൻ്റെ ഹസ്ബൻഡ് പഠിച്ചത്. അങ്ങനെ ഗ്രാജുവേഷൻ എടുത്ത് അങ്ങനെ ഞാൻ ഒരു നല്ലൊരു ഇതായിട്ട് നല്ല മെസ്സേജ് പറയുന്ന നല്ലൊരു ദൈവവേലക്കാരനായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. പക്ഷേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പോഴ്ത്തി പറയുമല്ല. കേരളത്തിൽ നിന്ന് ഏത് ദൈവദാസന്മാർ ഞങ്ങളെ വന്ന് കോണ്ടാക്ട് ചെയ്താലും അവർക്ക് മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഗിദിയോൻസിലെ സ്റ്റേറ്റ് കാഷ്യർ ആയിരുന്നു. ഗിദിയോൻസിന്റെ സ്റ്റേറ്റ് കാഷ്യർ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് മരിക്കുന്നത്. അങ്ങനെ പിന്നെ ആ ഗിദിയോൻസിന്റെ വർക്ക്
ചെയ്തുകൊണ്ടിരിക്കുമ്പോ കുഞ്ഞുങ്ങളോട് പറയുമായിരുന്നു, ഞാൻ മരിച്ചു പോയെന്ന് പറഞ്ഞാലും നിങ്ങൾ ഈ വർക്ക് ചെയ്യണോന്ന്, ഈ ബൈബിള് കൊടുക്കുന്ന വർക്ക് നിങ്ങൾ ചെയ്യണോന്ന്. ഇന്ന് മൂത്ത മോള്, ആ മോൾക്ക് ഇപ്പൊ 36 വയസ്സാകുന്ന ആ മോള് ഇന്ന് ഗിദിയോൻസിന്റെ ഈ ഓക്സിലറി പ്രസിഡന്റ് ആണ്. അവളെ തെരഞ്ഞെടുത്ത് ഈ കഴിഞ്ഞ മാസം ഓക്സിലറി പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്ത് ഗിദിയോൻസുകാരൻ. അങ്ങനെ സ്റ്റേറ്റ് പ്രസിഡന്റാ ഇപ്പൊ എന്റെ മോള്. അപ്പൊ മോളാണ് ഇപ്പൊ ഗിദിയോൻസിന്റെ പപ്പ തുടങ്ങി വെച്ച അത് ഇപ്പൊ അവള് ചെയ്യാൻ അവള് പോകും. ഓരോ സ്ഥലത്തൊക്കെ ഇപ്പം ബൈബിള് കൊടുക്കാനും എല്ലാ മാസത്തിലും ഹോസ്പിറ്റലുകളിൽ കൊണ്ട് ബൈബിള് കൊടുക്കാൻ മോൾ ഇപ്പൊ പോകുന്നു. അങ്ങനെ മോൾ ആ വർക്ക് ചെയ്യുന്ന ഞങ്ങൾ ദൈവവേലയോട് അനുബന്ധിച്ച് നിൽക്കുന്ന ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്ന ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തംനഗറിലെ മകനേദാൻ ചർച്ച്. മകനേദാൻ ചർച്ച് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ആ ചർച്ചിന്റെ ഓണറായിട്ട് എബിമാമൻ, പാസ്റ്റർ എബിമാമൻ ഇപ്പോൾ അമേരിക്കയിലാണ്. അദ്ദേഹം PT വർഗീസ് എന്ന് പറഞ്ഞതാണ് ഇതിന്റെ ഓണർ. അത് ബോംബെയിലാണ് ആ പാസ്റ്റർ. ഈ എബിമാമൻ എന്ന് പറഞ്ഞ പാസ്റ്ററാണ് ഇത് ഏറ്റെടുത്ത് നടത്തുന്നത്. അതിന്റെ ബ്രാഞ്ച് ചർച്ചാണ് ഇത്. അപ്പൊ ഞങ്ങൾ ഗിറ്റോറിനിൽ പോയിക്കൊണ്ടിരുന്ന ആ ചർച്ച് ഒരു ബ്രാഞ്ച് ചർച്ചാണ്. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ഉത്തംനഗർ ഈസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ ഈസ്റ്റിലാണ് ഈ ചർച്ച് ഉള്ളത്. മകനേദാൻ ചർച്ചിന്റെ അംഗമാണ് ഞങ്ങൾ. അങ്ങനെ ഇവിടെ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമാണ് ചർച്ച്. ഞങ്ങൾക്ക് മാനസികമായിട്ട് ആ ചർച്ചാണ് ഇഷ്ടം. PG അങ്കിളിന്റെ ചർച്ചാണ് ഇഷ്ടം. എൻ്റെ മക്കൾക്ക് ഞങ്ങൾക്കും ഒക്കെ. കാരണം അവിടെ നിന്നാണ് ഞങ്ങളെ ഒരു ഉയർച്ചയിൽ കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് ഒരു ഇരുട്ട് മുറി കിടന്നപ്പോ ഒരു നല്ലൊരു വീടൊക്കെ തന്നത് PG അങ്കിളാണ്. ഞങ്ങൾക്ക് ഒരു വിശാലമായ ഒരു ഇത് തന്നത്. PG അങ്കിളിന്റെ ആ ലളിതമായ ജീവിതം. എന്റെ മോക്ക് ജോലി കിട്ടിയത് PG അങ്കിൾ എഴുതിയ ഒരു അത്ഭുതങ്ങളുടെ താക്കോൽ എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകം വായിച്ച് അതിൽ അവള് വിശ്വാസത്തോടെ എഴുതി വെച്ച് അങ്ങനെയാണ് എൻ്റെ മോക്ക് ജോലി കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ചർച്ച് കൂടുതൽ ഇഷ്ടമാണ്. പക്ഷെ ഇവിടുന്ന് 2 മെട്രോ കയറി വേണം പോകാൻ അവിടെ. അതൊരു വലിയ ബുദ്ധിമുട്ടായി. ഞങ്ങളുടെ ചർച്ച് ഇവിടെ നല്ല ആരാധന, ഇവിടെ ബെന്തിക്കോസ് ആരാധനയാണ് ഇപ്പൊ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ഈ ആരാധനയും കാര്യങ്ങളും. ആ ആരാധന PG അങ്കിളിന്റെ അവിടുത്തെ ആരാധന ഇച്ചിരി വ്യത്യസ്തമാണ്. അപ്പൊ പിള്ളേരുടെ ഹൃദയത്തിൽ അവിടെ അവര് വളർന്നു വന്നത് കാരണം അതൊരു ഇതാണ്. ഇത് പെന്തിക്കോസിൽ ഇവര് വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് എല്ലാരും വെള്ള വസ്ത്രമൊക്കെ ഇട്ടുണ്ട്. ഞങ്ങളുടെ മക്കൾക്ക് അത്ര വെള്ള വസ്ത്രത്തിനോടോ അങ്ങനെയുള്ള ആ താല്പര്യം. അവർ പറയുന്ന ഹൃദയങ്ങളെയാണ് നോക്കേണ്ടത്. അപ്പൊ അങ്കിളിന്റെ ആ പുസ്തകങ്ങളൊക്കെ വായിച്ചും അങ്കിളിന്റെ ആ തോട്ട്സും ഒക്കെ വെച്ച് ഞങ്ങൾക്ക് അങ്കിളിന്റെ ചർച്ചയാണ് കൂടുതലും താല്പര്യം. പക്ഷെ ഞങ്ങളുടെ ഈ ചർച്ച് എന്ന് പറയുന്നത് ഭയങ്കര ദൈവികമായ ഒരു ചർച്ചാണ് ഈ മകനേദാൻ ചർച്ച്. പാസ്റ്റർ എബിമാമൻ ആണ് ഇതിന്റെ കോർഡിനേറ്റർ ആയിട്ട്. അദ്ദേഹമാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇത്രയുമാണ് ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. എൻ്റെ ജീവിതകാലത്തില് എൻ്റെ സാക്ഷ്യം പറഞ്ഞത്. എന്തായാലും ഈ ചർച്ചില് നമ്മുടെ ഈ കർത്താവായ യേശു ക്രിസ്തുവിലായിത്തീരുന്ന ഓരോരുത്തരെയും കർത്താവ് കണ്ണുനീരിന് മറികടക്കുന്ന കർത്താവല്ല. കർത്താവ് കൈപിടിച്ച് എല്ലാവരെയും ഉയർത്തുന്ന കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന പോലെയാണ് ഞങ്ങളുടെ അവസ്ഥയെ ദൈവം മാറ്റി ഞങ്ങളെ സ്റ്റാൻഡാക്കി. ഈ ഡൽഹിയിൽ തന്നെ ഞങ്ങൾ പല പ്രാവശ്യം ഞങ്ങൾ ഓർത്ത് ഞങ്ങളെ ഇവിടുന്ന് നശിക്കും, ഞങ്ങളുടെ കുടുംബം നശിച്ചു പോകും, അങ്ങനെയുള്ള അവസ്ഥയിൽ. പക്ഷെ എൻ്റെ ഹസ്ബൻഡിനെ എങ്ങനെ വാർത്തെടുത്തോ ദൈവം. അദ്ദേഹം ഒരു ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം മരിക്കുന്നവരെയും ദൈവത്തിന്റെ വേല ചെയ്തു മരിച്ചു. അതിൽ എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് ഭയങ്കര അതിലൊരു അഭിമാനമുണ്ട്. അങ്ങനെയാണ്. അതുകൊണ്ട് എപ്പോഴും ഞാനിപ്പോ ഈ ഡൽഹിയിൽ മോടെ കൂടെ താമസിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ മീറ്റിങ്ങുകൾ ലേഡീസ് മീറ്റിങ്ങുകൾ വെക്കുന്നു. പിന്നെ എന്നെ കഴിയാവുന്ന ദൈവവേല ഞാൻ എന്നെ കഴിയാവുന്നിടത്തോളം ഓരോ ഭവനങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റുള്ള ഹിന്ദിക്കാരോട് സുവിശേഷം പറയുന്നുണ്ട്. അങ്ങനെ എന്നെ കഴിയാവുന്ന ദൈവവേലകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമായി. ഈ മിറക്കിൾ ഹാൻഡ്സിൽ ഹല്ലേലൂയ എൻ്റെ കാര്യങ്ങള് എൻ്റെ സാക്ഷ്യം പറഞ്ഞതിനായിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കേട്ട എല്ലാവരോടും നന്ദി. പ്രത്യേകിച്ച് മാത്യൂസ് ഉമ്മൻ അങ്കിള് എന്നെ വിളിച്ച് ഇതിനകത്തൊന്ന് സാക്ഷ്യം പറയാൻ എന്നെ നയിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന നന്ദിയുള്ള ഹൃദയത്തോടെ. ഈ മിറക്കിൾ ഹാൻഡ്സ് എന്ന് പറയുന്ന ഈ സംഘടനയെ ദൈവം വളരെ വിപുലമായി ഹല്ലേലൂയ ഉയർത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവം ഹല്ലേലൂയ അനേക ഇതിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാൻ സ്വർഗം സഹായിക്കുമാറാകട്ടെ. യേശുവെ ഇത്രയും പറഞ്ഞുകൊണ്ട് യേശുവിന്റെ അനുഗ്രഹത്താൽ നിർത്തുന്നു. ആമേൻ ആമേൻ.